നമസ്കാരം. ലീഗ് രാഷ്ട്രീയം കേട്ടു തുടങ്ങിയ കാലം മുതൽ കേൾക്കുന്നൊരു പ്രയോഗമുണ്ട്. ലീഗിന്റെ കോട്ട, പൊന്നാപുരം കോട്ട. കോട്ടകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഏതു പടയിളകി വന്നാലും ഏതു കടലിളകി വന്നാലും കൊടിക്കൂറ താഴാതെ കാക്കുന്ന മതിൽക്കെട്ടുകളുണ്ടവയ്ക്ക്. കോട്ടവാതിൽ കാത്തുനിൽക്കുന്ന പടയാളികൾ ജീവൻ കൊടുത്തു നേടുന്ന സുരക്ഷയുണ്ടവയ്ക്ക്. പക്ഷേ പാണന്മാർ പാടിക്കേട്ട കഥകളിൽ വീണ കോട്ടകൾക്കൊക്കെ ഒരു ചരിത്രം കൂടി പറയാനുണ്ടാകും. പടലപ്പിണക്കങ്ങൾ തുറന്നുകൊടുക്കുന്ന ഊടുവഴികളിലൂടെ കോട്ടകളിലേക്ക് അതിക്രമിച്ചു കയറുകയും പിടിച്ചെടുക്കുകയും ചെയ്യുന്ന ശത്രുവിജയങ്ങളുടെ കഥ. കാലാകാലങ്ങളിൽ ലീഗ് കോട്ട കെട്ടി കാത്തുവന്ന രാഷ്ട്രീയ സ്ഥൈര്യത്തിന് ഇളക്കമുണ്ടായോ? പാണക്കാട് കുടുംബമെന്ന ലീഗ് അണികളുടെ വലിയ വികാരത്തിനെ തട്ടിത്തലോടി നിൽക്കുന്ന പുതിയ വിവാദങ്ങൾക്ക് ആ പാർട്ടിയുടെ അടിവേരിളക്കാൻ ത്രാണിയുണ്ടോ? കുഞ്ഞാലിക്കുട്ടി എന്ന അതികായന് തനിക്കെതിരെ അലകടൽ പോലെ പഞ്ഞെടുക്കുന്ന വിവാദങ്ങളെയും ഉൾപാർട്ടി പിളർപ്പുകളെയും ഒരുമിച്ച് എങ്ങനെ നേരിടാനാകും? സ്വാഗതം സൂപ്പർ പ്രൈം ടൈമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും. നമ്മളോടൊപ്പം ഈ ചർച്ചയിൽ ശ്രീ കെ ടി ജലീൽ കുറച്ച് സമയമുണ്ടാകും. ഒപ്പം ശ്രീ അബ്ദുൽ അസീസ് അയനൽ വഹാബ് നേതാവാണ്. ഒപ്പം ടി പി അഷ്റഫ് അലി യൂത്ത് ലീഗിന്റെ നേതാവാണ്. രാഷ്ട്രീയ നിരീക്ഷകനായ അഡ്വക്കേറ്റ് ജയശങ്കറും നമ്മളോടൊപ്പം ഈ ചർച്ചയിൽ ചേരും. നമുക്കാദ്യം ശ്രീ കെ ടി ജലീലിലേക്ക് പോകാം. ശ്രീ കെ ടി ജലീൽ, ലീഗ് അത്ര വലിയ തരത്തിലുള്ള ആരോപണങ്ങളെയൊന്നും അങ്ങനെ നേരിടേണ്ടി വന്നിട്ടില്ല സമീപകാലത്ത്. ഇപ്പോൾ പെട്ടെന്നൊരു വലിയ വിവാദം ഉണ്ടാവുകയാണ്. കെ ടി ജലീലിന്റെ ഭാഗത്ത് നിന്ന് വലിയ ആരോപണങ്ങൾ ഉണ്ടാവുകയാണ്. എന്തുകൊണ്ട് കുഞ്ഞാലിക്കുട്ടി, എന്തുകൊണ്ട് ലീഗ്, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെ ഒരു ആരോപണം? അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ എന്താണ് താങ്കളുടെ ഉത്തരം? മുസ്ലിം ലീഗ് സമീപകാലത്ത് 2006 സമാനമായ രീതിയിലേക്ക് പോകുന്നു എന്നുള്ള ശക്തമായ അഭിപ്രായം പല കോണുകളിൽ നിന്നും ഉയർന്നിരുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ലീഗിനുള്ളിൽ തന്നെ വലിയ വിമർശനങ്ങൾ ഉണ്ടാകുന്നത്. ഒരു പഴയ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ ആ കാര്യങ്ങളോട് പ്രതികരിക്കേണ്ടത് എൻ്റെയും കൂടി ചുമതലയാണ് എന്ന് ഞാൻ കരുതി. കാരണം ഒരുപാട് പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ മുസ്ലിം ലീഗ് പാർട്ടിയിൽ അംഗങ്ങളായിട്ടുണ്ട്. അവർ ഈ പാർട്ടിയെ കാണുന്നത് കേവലം ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിലല്ല, വളരെ പരിപാവനമായ ഒരു സംഘടന എന്നുള്ള നിലയിലാണ്. പാണക്കാട് കുടുംബം മുസ്ലിം ലീഗിന് നേതൃത്വം നൽകുന്നു എന്നുള്ളത് സാധാരണക്കാരായിട്ടുള്ള ആളുകളെ അതിലേക്ക് ആകർഷിക്കുന്നുണ്ട്. പാണക്കാട് തങ്ങന്മാരെ പോലും ചതിക്കുഴിയിൽ വീഴ്ത്തി തൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള മോഹങ്ങൾ, സാമ്പത്തികമായിട്ടുള്ള അഭിലാഷങ്ങൾ പൂർത്തീകരിക്കാൻ മുസ്ലിം ലീഗിൻ്റെ നേതാവ് ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി തുനിഞ്ഞിറങ്ങിയിരിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ അതിനോട് പ്രതികരിക്കാതിരിക്കാൻ ഒരു പഴയ ലീഗുകാരനാണെങ്കിൽ പോലും എനിക്കും സാധിക്കുകയില്ല. അതുകൊണ്ടുണ്ടായ ഒരു പ്രതികരണമാണിത്. ഇപ്പോഴീ നോട്ടീസ് ഒരു പുതിയ കാര്യമല്ല, ഈ നിക്ഷേപവും ഒരു പുതിയ കാര്യമല്ല. എന്തുകൊണ്ടാണ് ഇപ്പോൾ അങ്ങ് ഇത് ഉയർത്തി കാണിക്കുന്നത്? പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾക്ക് ഇ ഡി നോട്ടീസ് അയച്ചിരിക്കുന്നത് തങ്ങൾ അറിയാത്തൊരു കാര്യത്തിൻ്റെ മുകളിലാണ്. 10 കോടി രൂപ കള്ളപ്പണം വെളുപ്പിക്കാൻ വേണ്ടി ചന്ദ്രികയുടെ അക്കൗണ്ടിലേക്ക് അയക്കുന്നു. ചന്ദ്രികയുടെ മാനേജിംഗ് ഡയറക്ടറാണ് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ. 2.5 കോടി രൂപ പിഴയൊടുക്കി 7.5 കോടി രൂപ ഉപയോഗിച്ചു. അതാരുപയോഗിച്ചു, എങ്ങനെ ഉപയോഗിച്ചു എന്നുള്ളതൊക്കെ ഇനിയും കണ്ടെത്തേണ്ടതായിട്ടാണ് ഉള്ളത്. ഏതായാലും താൻ ചെയ്യാത്ത ഒരു കുറ്റത്തിനാണ്, താൻ അറിയാത്ത ഒരു കാര്യത്തിൻ്റെ പേരിലാണ് ഹൈദരലി ശിഹാബ് തങ്ങൾക്ക് ഇ ഡി നോട്ടീസ് അയച്ചിരിക്കുന്നത്. ഒരു തവണ അതനുസരിച്ച് പാണക്കാട്ടെത്തി ഇ ഡി ഉദ്യോഗസ്ഥന്മാർ ചില കാര്യങ്ങൾ തങ്ങളിൽ നിന്ന് ചോദിച്ചറിഞ്ഞു. ഒരുപാട് സമയം അവിടെ ചെലവഴിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ വീട്ടിലാണ് അവരെത്തിയത്. അവിടെ നിന്നൊരു സ്വകാര്യ വാഹനത്തിലാണ് തങ്ങളുടെ വീട്ടിലെത്തി കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞത്. അന്ന് കുഞ്ഞാലിക്കുട്ടി തങ്ങളോടും തങ്ങളുടെ മക്കളോടും തങ്ങളുടെ കുടുംബത്തോടും പറഞ്ഞത് ഇതോടുകൂടി ഇതെല്ലാം തീർന്നു എന്നാണ്. ഇനി ഒരിക്കലും ഇത് സംബന്ധമായിട്ടുള്ള ഒരന്വേഷണം ഉണ്ടാവില്ല, ഒരാളും നോട്ടീസ് അയക്കില്ല, ഒരാളും പാണക്കാട്ടേക്ക് വരില്ല എന്നാണ്. അതിന് വിരുദ്ധമായിട്ടാണ് ഇപ്പോൾ ഇ ഡിയുടെ നോട്ടീസ് രണ്ടാമതും തങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. നിങ്ങൾക്കും നമുക്കൊക്കെ അറിയാം, തങ്ങളിപ്പോൾ
ഇങ്ങനെയുള്ളൊരു നോട്ടീസിന് മറുപടി പറയാൻ തക്ക അവസ്ഥയിലല്ല. തങ്ങൾ ചികിത്സയിലാണ്. തങ്ങളുടെ ആരോഗ്യം വളരെ പ്രയാസപൂർണമായിട്ടുള്ളൊരു സാഹചര്യത്തിലൂടെ കടന്നു പോവുകയാണ്. ഇത്തരം ഒരു ഘട്ടത്തിൽ ഇങ്ങനെ ഒരു നോട്ടീസ് വന്നു എന്നുള്ളത് തങ്ങളുടെ കുടുംബത്തെ വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ട്. അവരുടെ കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ട ആളുകൾ ഞാനുമായിട്ട് കോണ്ടാക്ട് ചെയ്തിരുന്നു. അവരൊക്കെ തന്നെ വലിയ മനപ്രയാസം പങ്കുവെക്കുകയുണ്ടായി. ലീഗിൽ നിന്നുകൊണ്ട് ഇതൊന്നും പറയാൻ അവർക്ക് കഴിയുന്നില്ല. ആരെങ്കിലും ഇത് പറയണം, പൂച്ചക്കാരും മണി കെട്ടും എന്നുള്ളതായിരുന്നു. ശ്രീ കെ ടി ജലീൽ, ഞാനൊന്ന് ഇടപെട്ടുകൊണ്ട് ചോദിച്ചോട്ടെ അതിനിടയിൽ. അതായത് അങ്ങേക്ക് പാണക്കാട് തങ്ങളുടെ കുടുംബവുമായുള്ള വലിയ ആത്മബന്ധത്തെ പൂർണ്ണമായും ഞാൻ വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് തന്നെയാണ് ചോദിക്കുന്നത്. അങ്ങ് ആദ്യത്തെ ഉത്തരത്തിന്റെ ഭാഗമായി പറയുന്നു ലീഗ് 2006-ന്റേതിന് സമാനമായ ഒരു സാഹചര്യത്തിലേക്ക് പോകുമ്പോൾ ആ പാർട്ടിക്കുള്ളിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുവെന്ന്. അതിന്റെ വക്താവായി കെ ടി ജലീൽ വരുന്നത് എങ്ങനെയാണ് എന്നതാണ് ചോദ്യം. 2006 ഞാനായിരുന്നല്ലോ വളരെ ശക്തമായി കുഞ്ഞാലിക്കുട്ടിയുടെ അപ്രമാദിത്വത്തെ ചോദ്യം ചെയ്തുകൊണ്ട് പാർട്ടിയിൽ നിലയുറപ്പിച്ചത്. പക്ഷേ ഇന്ന് താങ്കൾ അവിടെ ലീഗിനെ കച്ചവടവൽക്കരിക്കുകയും ചെയ്ത ഒരു ഘട്ടത്തിൽ ഞാനായിരുന്നു അന്ന് ചെയ്തിരുന്നത്. പ്രശ്നങ്ങളെല്ലാം ഉയർന്നത് താങ്കളുടെ നാവിൽ നിന്നാണ്. ഞാൻ പറഞ്ഞല്ലോ 2006 വിപ്ലവത്തിന് നേതൃത്വം കൊടുത്തത് ഞാനാണ്. അന്നത്തെ ആ മുല്ലപ്പൂ വിപ്ലവത്തിൻ്റെ ഉപജ്ഞാതാവ് എന്ന് ഒരുപാട് ആളുകളെക്കുറിച്ച് പറയാമെങ്കിലും അത് ശരിക്കും ഏറ്റെടുത്തുകൊണ്ട് കളത്തിലിറങ്ങി പോരാടിയത് ഞാനായിരുന്നു. അതുപോലെ തന്നെ ലീഗിലെ ദുഷിച്ച സംസ്കാരത്തിനെതിരായിട്ട് പൊരുതിയ ആളാണ് ശ്രീ PTA റഹീം. അപ്പം ഞാനും PTA റഹീമുമാണ് ആ കാലത്ത് പുറത്താക്കപ്പെട്ടത്. ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം വന്നപ്പോൾ അത് ഏറ്റെടുക്കേണ്ടതുണ്ട് എന്ന് എൻ്റെ മനസാക്ഷി എന്നോട് പറഞ്ഞു. അതുകൊണ്ടാണ് കാര്യങ്ങളുടെ നിജസ്ഥിതി ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഈ ഒരു പ്രശ്നം ഞാൻ ഏറ്റെടുക്കാൻ വേണ്ടി തയ്യാറായത്. അതായത് ശ്രീ ജലീൽ, ഞാൻ അങ്ങയോട് തുറന്നു തന്നെ ചോദിക്കട്ടെ, അങ്ങേക്ക് പാണക്കാട് കുടുംബവുമായുള്ള ആത്മബന്ധത്തെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പൂർണ്ണമായും വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് തന്നെയാണ് ചോദിക്കുന്നത്. ഈ ആരോപണം കെ ടി ജലീൽ ഉന്നയിക്കുമ്പോൾ തീർച്ചയായും ആരെങ്കിലും അങ്ങനെ ഉയർത്തിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല എങ്കിൽ പോലും അങ്ങയുടെ അതിലുള്ള ആത്മാർത്ഥത എന്നുള്ളതിന് നേരെ തന്നെയായിരിക്കും എന്തായാലും സ്വാഭാവികമായും ചോദ്യം വരിക. അങ്ങ് നേരത്തെ അണികളെക്കുറിച്ച് പറയുന്നു. ആ അണികളെ അങ്ങ് ലക്ഷ്യം വെക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യം അത് വരും. പാണക്കാട് തങ്ങളെപ്പറ്റി അങ്ങ് മുൻപില്ലാത്ത വിധം പൊതുജന മധ്യത്തിൽ വികാരാധീനനായി സംസാരിക്കുന്നു. അതായത് പാണക്കാട് തങ്ങൾ കുടുംബത്തെ എങ്ങനെ കുഞ്ഞാലിക്കുട്ടി കുഴിയിൽപ്പെടുത്തിയെന്ന് അങ്ങ് ആരോപിക്കുന്നു, അതുപോലെ തന്നെ പാണക്കാട് തങ്ങൾ കുടുംബത്തെ രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ കെ ടി ജലീൽ ശ്രമിക്കുന്നു എന്ന ചോദ്യം വരികയാണെങ്കിൽ അങ്ങ് അതിനെ എങ്ങനെ പ്രതിരോധിക്കും? അങ്ങനെ ഒരു രാഷ്ട്രീയമായ ലക്ഷ്യമേ എനിക്കില്ല. ഞാനൊരു പാർട്ടിയുടെ വക്താവല്ല, ഒരു പാർട്ടിയിലേക്കും ആളെ ക്ഷണിച്ചിട്ടുമില്ല. പക്ഷെ ലീഗ് എന്ന് പറയുന്ന സംഘടനയിൽ നടക്കുന്ന ദുഷിച്ച പ്രവണതകൾക്കെതിരായിട്ട് പ്രതികരിക്കേണ്ട ഒരാളാണ് ഞാൻ എന്നുള്ള ബോധം എനിക്കെപ്പോഴും ഉണ്ടായിട്ടുണ്ട്, ഇന്നും എനിക്കുണ്ട്. പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ വളരെ നിഷ്കളങ്കനായിട്ടുള്ള മനുഷ്യനാണ്. അദ്ദേഹത്തെ ED ചോദ്യം ചെയ്ത് ആദ്യത്തെ തവണ ചോദ്യം ചെയ്ത ഘട്ടത്തിൽ അദ്ദേഹത്തോട് തന്നെ പറഞ്ഞു അവർ, തങ്ങളെ നിങ്ങളിനി ചെക്കുകൾ ഒപ്പിട്ട് കൊടുക്കരുത്, ആര് പറഞ്ഞു? നിങ്ങൾ വളരെ സൂക്ഷിച്ച് ഇനി ED കാരണം EDക്ക് ബോധ്യമായി, തങ്ങളുമായിട്ട് ഇൻട്രാക്ട് ചെയ്തപ്പോൾ EDക്ക് തന്നെ ബോധ്യമായി പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾക്ക് ഇക്കാര്യത്തിൽ ഒരു പങ്കുമില്ല. അദ്ദേഹം വളരെ സാധുവായിട്ടുള്ള മനുഷ്യനാണ്. അദ്ദേഹം പറ്റിക്കപ്പെട്ടതാണ്, വഞ്ചിക്കപ്പെട്ടതാണ്. അങ്ങനെ ഒരു ഉപദേശം ശ്രീ ഹൈദരലി ശിഹാബ് എനിക്ക് വിശ്വാസയോഗ്യമായിട്ടുള്ള സോഴ്സിൽ നിന്ന് തന്നെയാണ് ലഭിച്ചത്. തീർച്ചയായും അങ്ങ് അങ്ങനെ ഒരു അധികാര സ്ഥാനത്തിരുന്ന തങ്ങളുടെ അടുത്ത് അപ്പോൾ അദ്ദേഹത്തിന്റെ കുടുംബക്കാരും ഉണ്ടായിരുന്നല്ലോ. തീർച്ചയായും അത് വ്യക്തമാണ്. തങ്ങളുടെ അടുത്ത് അപ്പോൾ തങ്ങളുടെ കുടുംബാംഗങ്ങളും ഉണ്ടായിട്ടുണ്ടാവുമല്ലോ, അവരും കൂടി അതിന് സാക്ഷിയാണ്. അതുകൊണ്ടാണ് പിന്നീട് പല സന്ദർഭങ്ങളിലും ചന്ദ്രികയുമായി ബന്ധപ്പെട്ട എന്ത് കാര്യങ്ങൾക്ക് ഒപ്പിടണമെങ്കിലും തങ്ങളെ നേരിട്ട് വന്ന് കണ്ട് ഒപ്പിടിച്ചു പോകരുത് എന്ന് ബന്ധപ്പെട്ടവർക്ക് തങ്ങളുടെ കുടുംബാംഗങ്ങൾ നിർദ്ദേശം നൽകിയത്.
അന്ന് തന്നെ ഇ ഡി പറഞ്ഞതാണ് തങ്ങളോട്, തങ്ങളുടെ കുടുംബത്തെയും അത് ഓർമ്മപ്പെടുത്തിയതാണ്. സത്യത്തിൽ തങ്ങളെ ഇതിൽ കുടുക്കുകയായിരുന്നു യഥാർത്ഥ പ്രതി പി കെ കുഞ്ഞാലിക്കുട്ടിയാണ്. അദ്ദേഹം യഥാർത്ഥത്തിൽ ഇപ്പോൾ ചെയ്യേണ്ടത് ഇ ഡിക്ക് പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞതുപോലെ ഒരു കത്തെഴുതുകയാണ്. ചന്ദ്രികയിലെ സാമ്പത്തിക ക്രയവിക്രയങ്ങൾക്ക് തങ്ങൾ ഉത്തരവാദിയല്ല, അതിൻ്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും എനിക്കാണ്. എന്തെങ്കിലും തരത്തിലുള്ള നോട്ടീസ് അതുമായി ബന്ധപ്പെട്ട് അയക്കണമെങ്കിൽ തങ്ങൾക്ക് അയക്കേണ്ട, എനിക്ക് അയച്ചോളൂ എന്ന് പറഞ്ഞ് എന്തുകൊണ്ടാണ് കുഞ്ഞാലിക്കുട്ടി ഒരു ഓതറൈസേഷൻ ലെറ്റർ ഇ ഡിക്ക് കൊടുക്കാത്തത്? അതല്ലേ ചെയ്യേണ്ടത് അദ്ദേഹം? പാണക്കാട് കുടുംബത്തോട് വല്ല സ്നേഹവും അദ്ദേഹത്തിനുണ്ടായിരുന്നു എങ്കിൽ അത് അദ്ദേഹം ചെയ്തിട്ടില്ല ഇതുവരെ. ശരി, ഞാൻ അങ്ങയുടെ വാക്കുകളിലേക്ക് തിരികെ വരാം. മറ്റ് അതിഥികളിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ദീർഘമായാണ് അങ്ങയോട് ഇത്രയും നേരം സംസാരിച്ചത്. ശ്രീ ടി പി അഷ്റഫ് അലി, കെ ടി ജലീൽ ഇത്രയും നേരം പറഞ്ഞ അതേ കാര്യങ്ങൾ സാധൂകരിക്കുന്നതാണ് ഇന്ന് മൊയ്ൻ അലി തങ്ങളുടെ വാക്കുകൾ. അദ്ദേഹം ഏതാണ്ട് 6:30 മണിയോട് അടുപ്പിച്ച മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ ഹൈദരലി ശിഹാബ് തങ്ങളുടെ അനാരോഗ്യത്തിന് കാരണം പോലും ഈ വിഷയങ്ങളാണ്, അതിനൊക്കെ കാരണം ശ്രീ കുഞ്ഞാലിക്കുട്ടിയാണ് എന്നുള്ള ആരോപണം തങ്ങൾ കുടുംബത്തിൽ നിന്ന് വരികയാണ്. ഇങ്ങനെ 2 അധികാര കേന്ദ്രങ്ങൾക്കിടയിൽ ലീഗ് എന്ന പാർട്ടി അനുഭവിക്കുന്ന സമ്മർദ്ദം അത് ഇല്ല എന്നിനി മറച്ചുവെക്കാൻ കഴിയുമോ? ബഹുമാനപ്പെട്ട കെ ടി ജലീൽ ഇവിടെ സംസാരിക്കുന്നത് ആളുകളെ വളരെയധികം തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിലാണ്. പാണക്കാട് കുടുംബത്തോട് അദ്ദേഹത്തിന് വലിയ ആത്മബന്ധവും സ്നേഹവും നിലനിൽക്കുന്നുണ്ട് എന്ന രൂപത്തിൽ അദ്ദേഹം ഇവിടെ പറയുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അദ്ദേഹം മലപ്പുറത്തെ കിഴക്കേ തലയിൽ നടത്തിയ ഒരു പ്രസംഗമുണ്ട്. ആ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, പാണക്കാട്ട് നിന്ന് രഷീദ് എഴുതിയിട്ടല്ലടോ ഞാൻ മന്ത്രിയായത് എന്ന്. അദ്ദേഹത്തോട് എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾ ഇപ്പോൾ കാണിക്കുന്ന ഈ സ്നേഹവും ബഹുമാനവും ആത്മബന്ധവും ഒന്നും അന്നില്ലാത്തത് എന്തുകൊണ്ടായിരുന്നു? പരസ്യമായി പൊതുജന മധ്യത്തിൽ ഈ വിധത്തിൽ പാണക്കാട് തങ്ങളെ വെല്ലുവിളിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്തിട്ട് ഇവിടെ വന്ന് അല്ലെങ്കിൽ കഴിഞ്ഞ 2 ദിവസങ്ങളിലായി സ്നേഹം നടിച്ച് ചതിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയപരമായ തന്ത്രങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ശ്രീ ജലീലിന് പാണക്കാട് തങ്ങൾക്ക് ഇ ഡി നോട്ടീസ് കൊടുത്തു എന്ന് കേരളീയ പൊതുസമൂഹത്തിന് മുന്നിൽ സ്ഥാപിക്കണം. അതിന് മേൽപ്പൊടി കൊടുക്കുന്നതിന് വേണ്ടി ഇവിടെ BJPയോ മറ്റ് സംഘപരിവാര ശക്തികളോ രംഗത്ത് വരണം. എന്നിട്ടിത് കേരളത്തിൽ വലിയ ചർച്ചയാവണം. അങ്ങനെ പാണക്കാട് തങ്ങൾക്കെതിരെ ഒരു പൊതുവികാരം ഉണ്ടാക്കുന്നതിന് വേണ്ടി സ്നേഹം നടിച്ചുകൊണ്ട് ഇവിടെ തേൻ മുരട്ടിയ ഒരു വിഷമിഠായി നൽകുന്നത് പോലെ അദ്ദേഹം ഇവിടെ ഇപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുക. ഇതൊന്നും ആർക്കും മനസ്സിലാകുന്നില്ല എന്ന് അദ്ദേഹം ധരിക്കേണ്ടതില്ല. ഈ പാണക്കാട് അതുതന്നെയാണ് ശ്രീ കെ ടി ജലീലും പറയുന്നത്. സ്നേഹം നടിച്ച് വഞ്ചിച്ചു എന്ന് തന്നെയാണ് ശ്രീ കെ ടി ജലീലും പറയുന്നത്. പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ വിശ്വസിച്ചേൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ അതിനെ മറയാക്കിക്കൊണ്ട് വലിയ തോതിലുള്ള വെട്ടിപ്പുകൾ നടത്തി എന്നുള്ളത് തന്നെയാണ് കെ ടി ജലീലും ഉന്നയിക്കുന്ന ആരോപണങ്ങൾ. അത് സാധൂകരിച്ച ഇന്ന് തങ്ങൾ കുടുംബത്തിൽ നിന്ന് ഒരാൾ കൂടി വരികയാണ്. ആ ആരോപണങ്ങളെ എങ്ങനെ ചെറുക്കും? കെ ടി ജലീൽ അവിടെ നിൽക്കട്ടെ, നിങ്ങളുടെ ബദ്ധവൈരിയാണ്, നിങ്ങളുടെ ആജീവനാന്ത വൈരിയാണ്, അതവിടെ നിൽക്കട്ടെ. മൊയ്ൻ അലി തങ്ങളുടെ ചോദ്യങ്ങൾക്ക് ആ ഭാഷയിൽ അദ്ദേഹത്തോട് പ്രതികരിച്ച അതേ ഭാഷയിൽ തന്നെയാണോ യൂത്ത് ലീഗിന് പ്രതികരിക്കാനുള്ളത്? ഞാനിവിടെ പറയട്ടെ, മുസ്ലിം ലീഗിൻ്റെ ഫണ്ടുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായിട്ടുള്ള എല്ലാ കണക്കുകളും മുസ്ലിം ലീഗ് പാർട്ടിയിലുണ്ട്. ചന്ദ്രികയുമായി ബന്ധപ്പെട്ട അതിൻ്റെ കണക്കുകളുമുണ്ട്. ചന്ദ്രികയുമായി ബന്ധപ്പെട്ട അതിൻ്റെ കണക്കുകളെന്ന് ചന്ദ്രികയുടെ അഡ്വക്കേറ്റും അതിൻ്റെ കോഴിക്കോട് ഗവേണിംഗ് ബോഡിയുടെ ചെയർമാനും കേരളത്തിലെ പത്രമാധ്യമങ്ങൾക്ക് മുന്നിൽ നൽകിയിട്ടുണ്ട്. ഇവിടെ പറയപ്പെടുന്ന തുക 9,95,94,000 രൂപ ഒരു സബ്സ്ക്രിപ്ഷൻ ക്യാമ്പയിനിലൂടെ ലഭ്യമായ ചന്ദ്രികയുടെ തുക ഏതൊക്കെ ഇനത്തിൽ ചെലവഴിച്ചു, എങ്ങനെയെല്ലാം ചെലവഴിച്ചു എന്നുള്ളത് ഇൻകം ടാക്സിന് നൽകിയിട്ടുള്ളതാണ്, ഇ ഡിക്ക് നൽകിയിട്ടുള്ളതാണ്. ആ 9,95,00,000 രൂപയിൽ നിന്ന് 8,52,00,000 രൂപ ഏതെല്ലാം ഇനത്തിൽ ചെലവഴിച്ചു എന്നുള്ളത് ആ കൊടുത്ത അതേ രേഖകൾ ഡേറ്റ് ബൈ ഡേറ്റ് ഈ ചന്ദ്രികയുമായി ബന്ധപ്പെട്ട കണക്കുകൾ അതവിടെ നിൽക്കട്ടെ, അത് നമുക്ക് ചർച്ചയുടെ മറ്റൊരു ഘട്ടത്തിൽ വരാം. ഇല്ല, ഞാൻ പറയുന്നത് അങ്ങൊന്ന് കേൾക്കൂ, അതല്ല വിവാദം. ചന്ദ്രികയുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയായിരുന്നെങ്കിൽ അത് നമുക്ക് നേരത്തെ ആകാമായിരുന്നു. ഇന്നത്തെ വിവാദം എന്താണ്? കെ ടി ജലീൽ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നു, അതിന് സാധൂകരണവുമായി മൊയ്ൻ അലി തങ്ങൾ വരുന്നു, തങ്ങൾ കുടുംബത്തിൽ നിന്ന് ഒരാൾ വരുന്നു. അപ്പോൾ കെ ടി ജലീലിന്റെ ആരോപണങ്ങൾ സാധൂകരിക്കപ്പെടുകയാണ്. യൂത്ത് ലീഗിന്റെ ദേശീയ നേതാവാണ് ഈ മൊയ്ൻ അലി തങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ 2 അഭിപ്രായം അവിടെ രൂപപ്പെടുന്നുണ്ട്, അത് അങ്ങ് അംഗീകരിക്കുന്നുണ്ടോ?
അല്ല, ഇന്ന് അവിടെ നടന്നിട്ടുള്ളത് ചന്ദ്രികയുമായി ബന്ധപ്പെട്ട ക്ലിയറൻസിന് വേണ്ടിയിട്ടുള്ള പത്രസമ്മേളനമാണ്. ആ പത്രസമ്മേളനത്തിൻ്റെ കാര്യങ്ങളാണ് ഞാൻ പറയാം. അതിനുശേഷമുള്ള കാര്യങ്ങൾ ഏത് രീതിയിലാണ് പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഞാനിപ്പോൾ ഇവിടെ അഭിപ്രായം പറയുന്നില്ല. അത് പാർട്ടി നേതാക്കന്മാരും മറ്റുമൊക്കെ ആലോചിച്ച് അതിൻ്റെ കൃത്യമായ മറുപടികൾ നൽകും. ഇവിടെ KT ജലീൽ പറയുന്നത് ഈ അദ്ദേഹത്തിൻ്റെ ഭാഷ്യത്തിൽ അദ്ദേഹത്തിന് ഈ കേരളീയ പൊതുസമൂഹത്തിന് മുൻപാകെ മുസ്ലിം ലീഗിനകത്ത് നടക്കുന്നത് എന്താണ് എന്ന് പുറത്തു കൊണ്ടുവരികയും അതിലേക്ക് പാണക്കാട് തങ്ങൾ കുടുംബത്തെ കൂടി കൊണ്ടുവന്നുകൊണ്ട് ED ഉൾപ്പെടെയുള്ള ഒരു കേന്ദ്ര അന്വേഷണ ഏജൻസിക്ക് മുന്നിൽ ഇത് എത്തിച്ച് ഇതിനെ ആ വിധത്തിലേക്ക് നിയമപരമായി മറ്റും നിലനിർത്തിക്കൊണ്ടു സമ്മേളനത്തിന് ശേഷമല്ല EDയുടെ മുന്നിലേക്ക് ഈ വിഷയം എത്തുക. EDയുടെ നോട്ടീസ് എത്തി എന്നുള്ളതാണ് KT ജലീലിന്റെ വെളിപ്പെടുത്തൽ. അത് കുഞ്ഞാലിക്കുട്ടി അടക്കം ഏറെക്കുറെ അംഗീകരിക്കുന്നുമുണ്ട്. ഇനി മാത്രമല്ല, അങ്ങ് പറഞ്ഞല്ലോ KT ജലീലിന്റെ ഭാഗമാണ് നിൽക്കട്ടെ, ചന്ദ്രികയുടെ കണക്ക് വിശദീകരിക്കാനുള്ള വാർത്താ സമ്മേളനമാണ് മൊയ്ൻ അലി തങ്ങൾ നടത്തിയതെങ്കിൽ അതിനോട് എന്തായിരുന്നു ലീഗിന്റെ പ്രതികരണം എന്നുള്ളതുണ്ട്. ഇനി അഥവാ ചന്ദ്രികയുടെ കണക്ക് വിശദീകരിക്കാനുള്ള വാർത്താ സമ്മേളനമാണ് മൊയ്ൻ അലി തങ്ങൾ നടത്തിയെങ്കിൽ അവിടെ എന്താണ് പറയുന്നത്? കുഞ്ഞാലിക്കുട്ടിക്കാണ് അതിന്റെ ഉത്തരവാദിത്തം എന്നാണ് പറയുന്നത്. അത് ലീഗിന്റെ പൊതു അഭിപ്രായമാണോ? ഇവിടെ നിങ്ങൾ പറയുന്ന അതേ സാങ്കേതികമായ പിഴവ് നിങ്ങൾ പറയുന്നതിലുമുണ്ട്. ഒരു കുറ്റവാളിയോട് അതല്ലെങ്കിൽ സംശയിക്കപ്പെടുന്ന ഒരാളോട് ED കത്ത് കൊടുത്താൽ, നോട്ടീസ് കൊടുത്താൽ അത് അവരുടെ ഓഫീസിൽ പോയി ഹാജരാവണം. KT ജലീൽ തലയിൽ മുണ്ടിട്ടാണല്ലോ കൊച്ചിയിൽ ഓഫീസിൽ പോയി ഹാജരായത്. പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളെ ED വന്ന് കാണുകയും ചില കൺസൾട്ടേഷൻ നടത്തുകയുമായിരുന്നു. ആ കൺസൾട്ടേഷനിൽ അവർക്ക് തൃപ്തിയുണ്ട്, ഇതിൻ്റെ ഫൈനാൻസ് കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി ഫൈനാൻസ് ഡയറക്ടർ ഉണ്ട് എന്ന് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് ED തുടർന്നുള്ള കാര്യങ്ങൾ ഫൈനാൻസ് ഡയറക്ടറുമായി ബന്ധപ്പെടുന്നത്. വീണ്ടും നോട്ടീസ് കൊടുത്തു എന്ന് പറയുന്നതും ഫൈനാൻസ് ഡയറക്ടർക്ക് കൊടുത്ത നോട്ടീസിന്റെ കോപ്പി നൽകുകയാണ് ചെയ്തിട്ടുള്ളത്. ആ സാങ്കേതികമായ പിഴവ് ഇങ്ങനെയാണ് എന്നുള്ളത് മനസ്സിലാക്കണം. ജലീലിന്റെ അവകാശവാദം ഇൻ പേഴ്സൺ കാണാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണല്ലോ ജലീലിന്റെ അവകാശവാദം. ജലീലിന്റെ പല അവകാശവാദങ്ങളും ഉണ്ടായിരിക്കും. അത് അദ്ദേഹത്തിന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുൻപാകെ ED ചോദ്യം ചെയ്യുന്നു പാണക്കാട് തങ്ങളെ എന്നുള്ളത് പറഞ്ഞ് അത് പ്രതിഫലിപ്പിക്കണം. അതിൽ ചർച്ചയുണ്ടാവണം, അതിൽ കോൺട്രവേഴ്സി ഉണ്ടാവണം, അതിൽ ജനങ്ങൾ തെരുവിലിറങ്ങണം, അതിൽ പ്രശ്നങ്ങൾ ഉണ്ടാവണം. ഇതാണ് ജലീൽ ഉദ്ദേശിക്കുന്നത്. ഇത് CPMന്റെ നയമാണോ? അങ്ങനെയാണെങ്കിൽ CPMന്റെ നേതാക്കന്മാർ പറയട്ടെ. CPM ഈ വിഷയത്തിൽ ഒരു അഭിപ്രായം പറഞ്ഞിട്ടില്ലല്ലോ. ഇത് നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ 2020 ഈ ED വന്ന് കണ്ടിട്ടുണ്ട്. എന്തുകൊണ്ട് ഇത്രയും ദിവസമായി ആരും ചർച്ച ചെയ്തില്ല? പല ആളുകൾക്കും അത് അറിയാമല്ലോ. ഇല്ല, ഇപ്പോൾ KT ജലീലാണ് പറയുന്നത്. KT ജലീൽ മാധ്യമങ്ങളോട് നേരിട്ട് ചോദിക്കുന്നു, എനിക്കതിന്റെ കോപ്പി കിട്ടി, എനിക്കതിന്റെ കോപ്പി കിട്ടി, നിങ്ങൾക്ക് കിട്ടിയില്ലല്ലോ. അപ്പോൾ തങ്ങളുമായി നേരിട്ട് ബന്ധമുള്ളവർ കുടുംബാംഗങ്ങൾ തന്നെയാണ് എനിക്കതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകിയത് എന്നുള്ളതാണ് ആ വിഷയത്തിൽ KT ജലീൽ നൽകുന്ന വിശദീകരണം എന്ന് പറയുന്നത്. ഞാൻ അങ്ങയിലേക്ക് കൂടി തിരികെ വരാം. ശ്രീ അഡ്വക്കേറ്റ് ജയശങ്കർ, ഈ KT ജലീലും കുഞ്ഞാലിക്കുട്ടിയും ഒരേപോലെ പ്രകടമാക്കുന്ന ഒന്ന് പാണക്കാട് തങ്ങൾ കുടുംബത്തോടുള്ള വിധേയത്വമാണ്. ഞാനൊരു പഴയ ലീഗുകാരനാണ്, എനിക്കിതിൽ നിന്ന് മുഖം തിരിച്ചു നിൽക്കാൻ കഴിയുന്നില്ല എന്ന് KT ജലീൽ വേദനയോടുകൂടി പറയുന്നു. തങ്ങൾ കുടുംബത്തെ ഇതിലേക്ക് വലിച്ചിടയ്ക്കരുത് എന്ന് കുഞ്ഞാലിക്കുട്ടി വേദനയോടുകൂടി പറയുന്നു. തങ്ങൾ കുടുംബത്തിന്റെ ധാർമ്മിക അവകാശികൾ ആരെ എന്ന ചോദ്യം രാഷ്ട്രീയമായി ഉയർത്തുമ്പോൾ അണികളെ തന്നെയല്ലേ ലക്ഷ്യമിടുന്നത്? തീർച്ചയായിട്ടും ഇതിപ്പോൾ ഒരു രാഷ്ട്രീയമായ വിവാദമാക്കി മാറ്റിയിരിക്കുകയാണ്. ഒരു കാര്യം ഞാൻ പറയാം, പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങളെ എനിക്ക് നേരിട്ടറിയാം. അദ്ദേഹം ഒരു സാധു മനുഷ്യനാണ്. അദ്ദേഹം അറിഞ്ഞുകൊണ്ട് പണം വെളുപ്പിക്കാനോ കള്ളപ്പണം വെളുപ്പിക്കാനൊന്നും കൂട്ടുവെക്കുന്ന ആളാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അദ്ദേഹത്തിന് ഇതിലൊക്കെ ഇനിയിപ്പോൾ നാളെ എൻഫോഴ്സ്മെൻറ്റുകാർ അദ്ദേഹത്തെ ചോദ്യം ചെയ്ത് പ്രതിയാക്കിയെന്ന് വെച്ചോളൂ. പ്രതിയാക്കിയാൽ പോലും സാങ്കേതികമായി മാത്രമേ അദ്ദേഹം പ്രതിസ്ഥാനത്ത് നിൽക്കുകയുള്ളൂ എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അദ്ദേഹം അങ്ങനെ ചിലപ്പോഴൊക്കെ സംഭവിക്കും. ഇപ്പോൾ SNDP യോഗവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളൊക്കെ ഉണ്ടായപ്പോൾ SNDP യോഗം പ്രസിഡന്റ് ഡോക്ടർ MN സോമനെ പ്രതിയാക്കി. ഡോക്ടർ MN സോമനെ അറിയാവുന്നവർക്കറിയാം, അദ്ദേഹം ആലുവയിൽ പ്രഗത്ഭനായ ഒരു സർജനാണ്. അദ്ദേഹം SNDP യോഗത്തിൻ്റെ പ്രസിഡന്റാണ് എന്നതുകൊണ്ട് ഈ വിവാദത്തിൽ അദ്ദേഹം ഉൾപ്പെട്ടു. ആ സ്ഥാനത്തിരിക്കുന്നതുകൊണ്ട് അദ്ദേഹത്തെ പോലീസ് പ്രതിയാക്കി, അല്ലെങ്കിൽ വിജിലൻസുകാർ പ്രതിയാക്കി, അത്രേ ഉള്ളൂ. അതുകൊണ്ട് ആലുവയിലുള്ള ഒരാൾക്കും ഡോക്ടർ സോമനെക്കുറിച്ച് ഒരു എതിരഭിപ്രായവും ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതുപോലെയാണ് ഇവിടെ ഹൈദരലി ശിഹാബ് തങ്ങൾ സാങ്കേതികമായി ചന്ദ്രികയുടെ ചെയർമാനാണ്. അദ്ദേഹം മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ് ആയതുകൊണ്ട് ചന്ദ്രികയുടെ ചെയർമാൻ സ്ഥാനത്ത് ഇരിക്കും. ഇപ്പോൾ ചന്ദ്രികയിൽ നിയമവിരുദ്ധമായ എന്തെങ്കിലും കാര്യങ്ങൾ നടന്നു എന്ന് വിചാരിക്കാം. നടന്നില്ലോ എന്നുള്ളത് തർക്ക വിഷയമാണ്. എൻഫോഴ്സ്മെൻറ്റുകാർ അന്വേഷിക്കുന്നതാണ്. എൻഫോഴ്സ്മെൻറ്റുകാരുടെ അന്വേഷണം പോലും അന്തിമമല്ലല്ലോ, കോടതിയാണ് തീർപ്പ് ഏൽപ്പിക്കേണ്ടത്. കോടതി ഇനി നാളെ ഒരിക്കലും ഇതിൽ ആരെങ്കിലുമൊക്കെ തെറ്റുകാരാണെന്ന് കണ്ടാൽ പോലും തങ്ങളുടെ പ്രതിസ്ഥാനം, ഇപ്പോൾ പ്രതിസ്ഥാനത്ത് മാത്രമല്ല ചോദ്യം ചെയ്യപ്പെടുന്നുള്ളൂ, അദ്ദേഹം പ്രതിസ്ഥാനത്ത് വരികയാണെങ്കിൽ പോലും അത് സാങ്കേതികമാണ്. അതിനപ്പുറം അദ്ദേഹത്തിന് വലിയ ഇൻവോൾവ്മെൻ്റ് ഒന്നും ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഒരു കാര്യം. രണ്ടാമത്തത്, ഇവിടെ ഒരു രാഷ്ട്രീയ വിവാദമാക്കി മാറ്റുന്നു. ഇപ്പോൾ KT ജലീലിനെ സംബന്ധിച്ചിടത്തോളം
അദ്ദേഹത്തിന് മുസ്ലിം ലീഗിനോട് പണക്കണക്കുകൾ തീർക്കാനുണ്ട്. അദ്ദേഹത്തിൻ്റെ മന്ത്രിസ്ഥാനം നഷ്ടപ്പെടുന്ന സാഹചര്യമൊക്കെ നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ ബന്ധു നിയമനവുമായിട്ട് ബന്ധപ്പെട്ട് വിവാദം ഉയർന്നു വന്നു. അതൊക്കെ കഴിഞ്ഞ, ഞാനിപ്പോൾ അതിലേക്ക് പോകുന്നില്ല, നമ്മുടെ വിഷയം അതല്ലല്ലോ. അപ്പോൾ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം പല കണക്കുകൾ തീർക്കാണ്ട് അദ്ദേഹം തന്നെ ഇന്നലെ നിയമസഭയിലും മറ്റും പറഞ്ഞു കേട്ടു, കഴിഞ്ഞ 5 കൊല്ലം നിങ്ങൾ എൻ്റെ പുറകെ ഉണ്ടായിരുന്നു, ഇനി ഞാൻ നിങ്ങളുടെ പുറകെ ഉണ്ടാകും എന്ന് പറയുമ്പോൾ സംഗതി വ്യക്തമാണല്ലോ. അപ്പോൾ പാണക്കാട് കുടുംബത്തിൽ ഇങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും, അല്ലെങ്കിൽ പാണക്കാട് തങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് തന്നെ ഇതേക്കുറിച്ചൊരു ആശങ്ക ഉണ്ടാകുന്നു. സ്വാഭാവികമാണ്. അത് ആ കുടുംബനാഥനെ എൻഫോഴ്സ്മെൻറ്റുകാർ ചോദ്യം ചെയ്യുമ്പോൾ എൻഫോഴ്സ്മെൻറ്റുകാർ കൊല്ലാനാണോ വളർത്താനാണോ കൊണ്ടുപോകുന്നതെന്ന് അവർക്കറിയില്ലല്ലോ. സ്വാഭാവികമായിട്ടും ആ കുടുംബത്തിലെ അംഗങ്ങൾക്ക് ആശങ്ക ഉണ്ടാവും, ഉത്കണ്ഠ ഉണ്ടാവും. നമ്മുടെ കുടുംബത്തിലാണെങ്കിൽ ആശങ്ക ഉണ്ടാവില്ലേ? എൻ്റെ കുടുംബത്തിലാണെങ്കിൽ പോലും ഉണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും തങ്ങൾ കുടുംബം മാത്രമല്ല, തങ്ങൾ കുടുംബത്തെ സംബന്ധിച്ചുള്ള അതിന് മതപരമായ ഒരു പരിവേഷം കൂടിയുണ്ട്. അദ്ദേഹം മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് മാത്രമല്ല, മുസ്ലിങ്ങൾ മലബാറിലെ മുസ്ലിം സമുദായ അംഗങ്ങളിൽ കുറേ പേര് ആത്മീയ നേതാവായിട്ട് കൂടി അദ്ദേഹത്തെ അംഗീകരിച്ചിട്ടുണ്ട്. അതാണ് ഈ സ്ഥാനവലിപ്പം എന്ന് പറയുന്നത്. അദ്ദേഹം പാണക്കാട് കുടുംബത്തിലെ കാരണവരാണ്. ആ നിലയ്ക്ക് അദ്ദേഹത്തിന് മതപരമായ ഒരു പരിവേഷം കൂടിയുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ആളുകൾ, അദ്ദേഹത്തെ ആദരിക്കുന്ന ആളുകൾ, മതപരമായ ഒരു പരിവേഷത്തിലൂടെ അദ്ദേഹത്തെ കാണുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ ഹൃദയവേദന ഉണ്ടാവും. ശരിയാണ്. ഞാൻ ഒന്ന് ഇടപെട്ട് ചോദിച്ചോളട്ടെ, അങ്ങോട്ട് ക്ഷമിക്കണം. അതായത് ശരിക്കും യഥാർത്ഥത്തിൽ പി.കെ. കുഞ്ഞാലിക്കുട്ടിക്ക് ഈ വിവാദത്തിൽ ഒരു പരിക്ക് പറ്റിയിട്ടുണ്ടോ? അല്ല, പി.കെ. കുഞ്ഞാലിക്കുട്ടിയെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ അദ്ദേഹത്തിന് പല പരിമിതികളും ഈ സമീപകാലത്ത് ഉണ്ടായിരുന്നു. ഒന്ന്, അത് അദ്ദേഹം പാർലമെൻറ്റിൽ നിന്ന് രാജിവെച്ച് നിയമസഭയിലേക്ക് മത്സരിക്കുന്നു. എന്നാൽ ലീഗിന് ഭൂരിപക്ഷം കിട്ടുന്നില്ല. ലീഗിന് ഭൂരിപക്ഷം കിട്ടാതെ വന്നപ്പോൾ, ഈ ഭൂരിപക്ഷം കിട്ടുമ്പോൾ വിജയത്തിന് ഒരുപാട് അവകാശികളുണ്ടാവും. പരാജയം അനാഥനാണ്. നമ്മുടെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ എപ്പോഴും പറയുന്ന കാര്യമുണ്ടല്ലോ, ഫെയിലിയർ ഈസ് ആൻ ഓർഫൻ. അദ്ദേഹം എപ്പോഴും ഇംഗ്ലീഷിൽ പറയാം. അത് സ്വാഭാവികമായിട്ടും പരാജയം ഉണ്ടായി കഴിയുമ്പോൾ ആരെങ്കിലും മേൽ കുറ്റം ചാരണ്ടേ. അപ്പോൾ കുഞ്ഞാലിക്കുട്ടിയുടെ കൊള്ളതായ്മ കൊണ്ടാണ് ഇലക്ഷൻ തോറ്റത് എന്ന് കരുതുന്ന കുറേ ആളുകളെങ്കിലും ലീഗിലുണ്ട്. അതുകൊണ്ട് പഴയ പോലെ അദ്ദേഹത്തിന് പ്രതാപമില്ല, ഗ്ലാമറില്ല എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോഴാണ് അതിന് കൂനമ്പൽ കുരു എന്ന് പറഞ്ഞ പോലെ ഈ ഒരു വിവാദം കൂടി വന്ന് അത് ആളിക്കത്തിക്കുന്നു. ഇപ്പോൾ പാണക്കാട് തങ്ങൾ വിജിലൻസിൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ എൻഫോഴ്സ്മെൻറ്റുകാരുടെ മുമ്പിൽ പോകേണ്ടി വരുന്നു എന്ന് പറയുമ്പോൾ അത് സമുദായ അംഗങ്ങളുടെ ഇടയിൽ ഒരു വേവലാതി ഉണ്ടാക്കും. അതിനേക്കാൾ ഉപരിയായിട്ട് ലീഗിനെ സ്നേഹിക്കുന്ന ആളുകൾ, അത് ജലീൽ പറഞ്ഞ ഒരു കാര്യം ശരിയാണ്, ലീഗ് എന്ന് പറഞ്ഞാൽ വളരെ പരിപാവനമായ ഒരു പാർട്ടിയാണെന്ന് വിചാരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അതിലും ഇപ്പോൾ ഒരു സാധാരണ നേതാവിനെ ചോദ്യം ചെയ്യുന്ന പോലെയല്ല, ബഷീറിനെ ചോദ്യം ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ മുനീറിനെ ചോദ്യം ചെയ്യുകയാണെങ്കിൽ ഇന്ത്യ വിഷയമായിട്ട് ബന്ധപ്പെട്ട് മുനീറിനെ ചോദ്യം ചെയ്തില്ലേ എന്നപോലെ അതിനൊന്നും ആരും ഒരു പ്രാധാന്യം നൽകുകയില്ല. ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടിയെ തന്നെ ഏതൊക്കെ കേസുകൾ ചോദ്യം ചെയ്തിട്ട് അതൊക്കെ രാഷ്ട്രീയമാണ്. ഇത് മതപരമായൊരു പരിവേഷം കൂടിയുള്ള ആളാണ് തങ്ങൾ എന്നുള്ളതുകൊണ്ട് സമുദായ അംഗങ്ങളുടെ ഇടയിലും പാർട്ടിക്കാരുടെ ഇടയിലും ഒക്കെ ഒരു വിപരീത വികാരം ഉണ്ടാവും. അതിൻ്റെ ഒരു ഭാഗം കുഞ്ഞാലിക്കുട്ടിക്കെതിരായിട്ട് വരുന്നുള്ള സത്യമാണ്. പക്ഷേ അതിൻ്റെ അർത്ഥം കുഞ്ഞാലിക്കുട്ടി തങ്ങളെ ഒറ്റുകൊടുത്തു എന്നൊന്നുമല്ല. അങ്ങനെയൊന്നും ചെയ്യുന്നത് ഞാൻ വിചാരിക്കുന്നില്ല. ഇവിടെ ഇതൊരു രാഷ്ട്രീയ വിവാദമാക്കി മാറ്റുന്നു. നിർഭാഗ്യകരമാണ്. ഈ പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങളെ പോലെ സാധുവായ ഒരു മനുഷ്യൻ, നിഷ്കളങ്കരായ ഒരു മനുഷ്യൻ ഈ പാർട്ടിയുടെ പ്രസിഡൻ്റായിരിക്കുന്നു, ചന്ദ്രികയുടെ ചെയർമാനായിരിക്കുന്നു, അതുകൊണ്ട് ഈ വിവാദത്തിൽ പെടുന്നു എന്നുള്ളതിനപ്പുറം ഇതൊരു രാഷ്ട്രീയ വിവാദമാക്കി മാറ്റുന്നത് നിർഭാഗ്യകരം. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി കുറച്ച് മോശമായിരിക്കുന്ന സമയം കൂടിയാണ്. അങ്ങനെ ഒരു സന്ദർഭത്തിൽ ഇത് രാഷ്ട്രീയ വിവാദമാക്കി രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് തികച്ചും തെറ്റാണ്. അത് ഇരുപക്ഷവും അവനവന്റെ താല്പര്യത്തിനനുസരിച്ച് ഉപയോഗിക്കുന്നുണ്ട്. ഹൈദരലി ശിഹാബ് തങ്ങൾ ഇത്രയധികം ആരോഗ്യ പ്രശ്നങ്ങൾക്കിടയിൽ നിൽക്കുമ്പോൾ അദ്ദേഹത്തെ വേട്ടയാടുന്നുവെന്നും അദ്ദേഹത്തെ വലിച്ചിഴയ്ക്കുന്നുവെന്നും ഇരു വിഭാഗവും തങ്ങൾക്ക് അനുകൂലമായ രീതിയിൽ ചില വ്യാഖ്യാനങ്ങളുടെ ഭാഗമാക്കുന്നുണ്ട്. അഡ്വക്കേറ്റ് ജയശങ്കർ, ഞാൻ അങ്ങയിലേക്ക് തിരികെ വരാം. ശ്രീ അബ്ദുൽ അസീസ്, സാധാരണഗതിയിൽ ഈ ന്യൂനപക്ഷ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് പല ചേരിതിരിവുകളും പല അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. INL-നും ലീഗിനും ഇടയിലുമൊക്കെ അപ്പോഴൊക്കെ പ്രത്യയശാസ്ത്രമോ അല്ലെങ്കിൽ ചില സംഭവ വികാസങ്ങളോ സമുദായത്തിനെ മൊത്തത്തിൽ ബാധിക്കുന്ന ചില വിഷയങ്ങളോ ഒക്കെയാണ്. ഇവിടെ പക്ഷേ ഇപ്പോൾ ആദ്യമായി സമ്പത്ത് ഒരു വലിയ വിവാദത്തിന്റെ കാരണമായി വരികയാണ്, ചില പടലപ്പിണക്കങ്ങൾക്ക് കാരണമായി വരികയാണ്, സമ്പത്തും അധികാരവും. മാധു, മുസ്ലിം ലീഗിനകത്ത് ഇപ്പോൾ ആദ്യമായല്ല സമ്പത്തിൻ്റെ അല്ലെങ്കിൽ അധികാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെയൊരു പടലപ്പിണക്കം ഉണ്ടായി വരുന്നത്. നേരത്തെ ശ്രീ ജലീൽ സൂചിപ്പിച്ചല്ലോ, 2006 മുതൽ മുസ്ലിം ലീഗിൽ വലിയ തോതിലുള്ള അഴിമതി ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഒക്കെ മുസ്ലിം ലീഗ് നേതാക്കന്മാർക്കെതിരായി ഉണ്ടായിരുന്നു. നമുക്ക് ഓർമ്മയുണ്ട്, 1994 ഇന്ത്യൻ നാഷണൽ ലീഗ് രൂപീകരിക്കപ്പെടുന്നത്. ആ ഇന്ത്യൻ നാഷണൽ ലീഗിൻ്റെ അഖിലേന്ത്യാ അധ്യക്ഷനായിരുന്ന ഇബ്രാഹിം സുലൈമാൻ സേഠ് സാഹിബ് 36 വർഷം അദ്ദേഹം പാർലമെന്റൽ മെമ്പറായിരുന്നു, മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ് എന്ന നിലയിൽ കൂടി. അദ്ദേഹത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രസ്താവനയുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്നത് മാറി ഇന്ത്യൻ യൂണിയൻ മണി ലീഗ് എന്ന നിലയിലേക്ക് ആ പാർട്ടി അധപ്പതിച്ചിരിക്കുന്നു എന്ന് ആദ്യമായി പറഞ്ഞത് സുലൈമാൻ സേഠ് സാഹിബാണ്. ആ കാലഘട്ടം മുതൽ
മുസ്ലിം ലീഗിനകത്ത് സാമ്പത്തികമായി മേൽക്കൈ നേടുന്നവരുടെ ഒരു അധികാര നിര വളർന്നു വന്നിട്ടുണ്ട്. അത് വളർത്തിക്കൊണ്ടുവന്നതിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദി ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടിയായിരുന്നു. ഇപ്പം നേരത്തെ സൂചിപ്പിച്ചല്ലോ, മുസ്ലിം ലീഗിനകത്തുള്ള ഈ വിവാദങ്ങളൊന്നും പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങളെ ബാധിക്കാൻ പാടില്ല. അദ്ദേഹം സാത്വികനായ ഒരു മനുഷ്യനാണ്. ഞങ്ങൾ 100% അംഗീകരിക്കുന്നു, അദ്ദേഹം സാത്വികനായ ഒരു മനുഷ്യനാണ്. പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ പ്രവാചക പരമ്പരയിലെ അംഗം എന്ന നിലയിൽ എല്ലാ മുസ്ലിം സമുദായ അംഗങ്ങളും ബഹുമാനിക്കുന്നയാളാണ്. അദ്ദേഹത്തിൻ്റെ മകനാണ് മൊയ്ൻ അലി തങ്ങൾ. ഈ മൊയ്ൻ അലി തങ്ങളെ വളരെ സഭ്യതരമായ ഭാഷയിൽ യൂത്ത് ലീഗിൻ്റെ നേതാവ് അല്ലെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ നേതാവ് എന്ന് അവകാശപ്പെടുന്ന മുസ്ലിം ലീഗിലെ കുഞ്ഞാലിക്കുട്ടി വളർത്തിക്കൊണ്ടുവന്നിട്ടുള്ള ഒരു ഗുണ്ടാ സംഘത്തിൻ്റെ നേതാവ് പരസ്യമായി വിളിക്കുന്നത് നമ്മൾ കാണുകയാണ്. റാഫി എന്ന് പറയുന്ന ഒരു കക്ഷി, പിന്നെ റാഫി എന്ന് പറയുന്ന കക്ഷി നമുക്കറിയാം ഏതാണ്ട് 2006 മുതൽ അല്ലെങ്കിൽ 96 മുതൽ കുഞ്ഞാലിക്കുട്ടിക്കെതിരായി കേരളത്തിൽ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്ന ഐസ്ക്രീം പാർലർ കേസ് ഉൾപ്പെടെയുള്ള എല്ലാ കേസുകളിലും ഇദ്ദേഹത്തിന് വേണ്ടി ഗുണ്ടാപ്പണി ചെയ്തുകൊണ്ടിരിക്കുന്നയാളാണ്. നമുക്ക് ഓർമ്മയുണ്ട്, പത്രപ്രവർത്തകന്മാരെ ആക്രമിച്ച കേസിൽ ഇദ്ദേഹം പ്രതിയായിരുന്നു. ഇന്ത്യ വിഷൻ ആക്രമിച്ച കേസിൽ അദ്ദേഹം പ്രതിയായിരുന്നു. നമ്മുടെ കേരളത്തിലെ കോഴിക്കോട്ടെ വളരെ പ്രധാനപ്പെട്ട ഒരു പത്രമാധ്യമ പ്രവർത്തകനായിരുന്ന ശ്രീ പ്രശാന്ത്, അദ്ദേഹം ഇന്ന് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് ഇന്ത്യൻ എക്സ്പ്രസിലാണ്, അദ്ദേഹത്തെ ആക്രമിച്ച കേസിൽ പ്രതിയായിരുന്നു. ആ കേസിൽ ജയിലിൽ കടന്നിട്ടുള്ളയാളാണ്. ഇത് കോഴിക്കോട്ട് മാത്രമല്ല, കേരള വ്യാപകമായി കുഞ്ഞാലിക്കുട്ടിക്ക് ആവശ്യമുള്ളിടത്തൊക്കെ ഒരു ഗുണ്ടാ സംഘത്തെ വളർത്തിക്കൊണ്ടുവരികയും ആ ഗുണ്ടാ സംഘത്തെ നിയന്ത്രിക്കുന്ന ഒരു മാഫിയ സംഘം സ്വന്തമായി കൈകാര്യം ചെയ്യുകയും ചെയ്തുകൊണ്ട് മുസ്ലിം ലീഗിനെ സാമ്പത്തികമായ ആരോപണങ്ങൾ, അതിന് പിന്നാലെ ഇപ്പോൾ ശ്രീ അസീസ് ഉന്നയിക്കുന്ന ഇത്തരത്തിലുള്ള മാഫിയ പ്രവർത്തനങ്ങൾ എന്ന രീതിയിൽ വിശേഷിപ്പിക്കപ്പെടാവുന്ന ആരോപണങ്ങൾ, പി കെ കുഞ്ഞാലിക്കുട്ടി എന്ന നേതാവിന് കേരളം അറിയാത്തൊരു മുഖമുണ്ടോ? അദ്ദേഹം ഇതുവരെ കേട്ട വിവാദങ്ങളൊക്കെ ചെറുതാണോ? ആരാണിത് പറഞ്ഞത്? സ്വയം ഒരു മാഫിയ സംഘമായി മാറുകയും സംസ്ഥാന കമ്മിറ്റി കൂടിയാൽ അടിപിടി കൂടുകയും പിന്നീട് ഹോസ്പിറ്റലാവുകയും ഒക്കെ ചെയ്ത ആളുകൾ ചാനലിൽ വന്നിരുന്നു കൊണ്ട് സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ എന്തൊക്കെയാണ് ഇവരൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത്? ഇദ്ദേഹം എന്നാണ് INL സംസ്ഥാന കമ്മിറ്റിയിലെ അടി കഴിഞ്ഞ് ICUവിൽ നിന്ന് പുറത്തിറങ്ങിയത് എന്ന് ആദ്യം പറയേണ്ടതുണ്ട്. ആ ആളുകളൊക്കെ വന്നുകൊണ്ട് മുസ്ലിം ലീഗിന് ഗുണ്ടാ സംഘം, കുഞ്ഞാലിക്കുട്ടി മാഫിയ തലവൻ എന്നൊന്നും പറഞ്ഞാലൊന്നും കേരളത്തിലെ ജനങ്ങളൊന്നും വിശ്വസിക്കാൻ പോകുന്നില്ല. ഇവിടെ ഒരു ഗുണ്ടാ സംഘവുമില്ല, ഒരു മാഫിയ സംഘവുമില്ല. വളരെ സുതാര്യമായി കേരളീയ പൊതുസമൂഹത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ മുസ്ലിം ലീഗിന്റെ പ്രവർത്തനങ്ങൾ ജനങ്ങൾ കാണുന്നതാണ്. ഇന്ന് ഈ മൊയ്ൻ അലി തങ്ങളുടെ വാർത്താ സമ്മേളനത്തിൽ വന്ന് ബഹളമുണ്ടാക്കിയ റാഫിയുമായി പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ? ലീഗിന് എന്തെങ്കിലും ബന്ധമുണ്ടോ? അല്ല, റാഫി മുസ്ലിം ലീഗിന്റെ പ്രവർത്തകനായിരിക്കും. ആ അർത്ഥത്തിലുള്ള ബന്ധങ്ങളും അതുപോലുള്ള കാര്യങ്ങളുമുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കേണ്ടതാണ്. അതൊന്നും ഇപ്പോൾ ഈ ഒരു ഒറ്റടിക്കുള്ള ചോദ്യത്തിൽ പറയാൻ മാത്രം ഒരു വളർന്ന നേതാവോ മുതിർന്ന ഒരു അറിയപ്പെടുന്ന ആളോ അല്ല റാഫി ലീഗിൽ എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ ഞാൻ ഇവിടെ സൂചിപ്പിക്കുന്നത് മുസ്ലിം ലീഗിനെതിരെയുള്ള എല്ലാ ആരോപണങ്ങളെയും ഒരു ഗൂഢസംഘമുണ്ട്. ആ ഗൂഢസംഘത്തിന്റെ ആളുകൾ നേതാക്കളല്ലല്ലോ. മുതിർന്ന നേതാക്കളല്ല ഗുണ്ടാ തലവന്മാരായി വരാറുള്ളത്. പ്രാദേശിക നേതാക്കളെയാണ് ആ തരത്തിൽ വളർത്തിക്കൊണ്ടുവരുന്നത്. പിന്നെ എന്നെക്കുറിച്ച് പറഞ്ഞല്ലോ, നാഷണൽ ലീഗിനകത്ത്, ഇന്ത്യൻ നാഷണൽ ലീഗിനകത്ത് ഇത്തരത്തിലുള്ള അഭിപ്രായ ഭിന്നതകൾ ഉണ്ടായപ്പോൾ അത് ചർച്ച ചെയ്യാൻ ഞങ്ങൾ സന്നദ്ധരായി. ആ ചർച്ചക്കിടയിൽ പല വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. നിങ്ങളുടെ പാർട്ടി അങ്ങനെ ചർച്ച ചെയ്യാൻ അനുവദിക്കുന്നില്ല എന്നതാണ് മുസ്ലിം ലീഗിന്റെ നേതാക്കൾ തന്നെ. അഷ്റഫ് അലിക്ക് അറിയാമല്ലോ, കഴിഞ്ഞ 3-ാം തീയതി ചേർന്നിട്ടുള്ള ഭാരവാഹികളുടെ യോഗം, ആ ഭാരവാഹികളുടെ യോഗത്തിലേക്ക് അനർഹരായ ആളുകളെ കുഞ്ഞാലിക്കുട്ടി കൂട്ടിക്കൊണ്ടുപോയി അതിനകത്ത് അദ്ദേഹത്തിന് വേണ്ടി വക്കാലത്ത് പറയാൻ ആളെ കൂട്ടിക്കൊണ്ടുപോയി. പി കെ ഫിറോസ് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ഭാരവാഹിയല്ല, യൂത്ത് ലീഗാണ്. അതുപോലെ തന്നെ നമ്മുടെ നജീബ് കാന്തപുരം. ഈ തോതിൽ കുഞ്ഞാലിക്കുട്ടിയെ സംരക്ഷിക്കാൻ ഒരു വിഭാഗം ആളുകളെ നേതൃത്വത്തിനകത്തും യുവജന വിഭാഗത്തിനകത്തും ഗ്രാസ് റൂട്ട് ലെവലിൽ ഗുണ്ടാ സംഘത്തെയും ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്ന വിധത്തിലുള്ള മാഫിയ സംഘത്തെയും വളർത്തിക്കൊണ്ടുവന്നിരിക്കുന്നു. എന്ന് പറയുന്നുണ്ടായിരുന്നു. ഈ മൊയ്ൻ അലി തങ്ങൾ ആരാണ്? ശ്രീ TP അഷ്റഫ് അലി, മൊയ്ൻ അലി തങ്ങൾ നിങ്ങളുടെ ആരാണ്? അല്ല, റാഫി മുസ്ലിം ലീഗിന്റെ പ്രധാനപ്പെട്ട നേതാവാണ് എന്നല്ല ഞാൻ പറഞ്ഞത്, മുസ്ലിം ലീഗ് നേതാവ് അല്ല എന്നാണ്. അത് താങ്കൾ കേട്ടെടുത്ത് പേച്ചതാണ്, അത് തിരുത്തണമെന്ന് ഞാൻ പറയുകയാണ്. ഇവിടെ മുസ്ലിം ലീഗിൻ്റെ ഒരു മീറ്റിംഗ് നടക്കുകയാണ്. മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടുമ്പോൾ അതിലേക്ക് ആരൊക്കെ വിളിക്കണം തീരുമാനിക്കുന്ന മുസ്ലിം ലീഗിൻ്റെ ഭാരവാഹികളും അതിൻ്റെ നേതൃത്വമാണ്.
അവർ തീരുമാനിച്ചു, ആളുകളെ വിളിച്ചു, MLA-മാരെ വിളിച്ചു, മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രസിഡന്റ് സെക്രട്ടറിയെ വിളിച്ചു. അത് ശരി. അപ്പോൾ യൂത്ത് ലീഗുമായി യാതൊരുവിധ ബന്ധവുമില്ലാത്ത ഒരു സംഘം ഗുണ്ടാ സംഘമാണല്ലേ മൊയ്ൻ അലി തങ്ങളുടെ വാർത്താ സമ്മേളനത്തിലേക്ക് കടന്നു കയറുകയും അദ്ദേഹത്തെ അസഭ്യം പറയുകയും ചെയ്തത്? യൂത്ത് ലീഗ് നിയമ പോരാട്ടത്തിന് പോകുമോ ശ്രീ TP അഷ്റഫ് അലി? ഒരു ബന്ധവുമില്ലാത്ത കുറച്ചു പേർ, റാഫി എന്ന് പറയുന്ന, ഞാൻ ആ വാക്ക് ഉപയോഗിക്കുകയാണ്, അങ്ങ് അതിൽ ക്ഷമിക്കണം, ഒരുപക്ഷെ ശ്രീ റാഫിക്ക് അതിൽ മാനനഷ്ടമുണ്ടായെങ്കിൽ അങ്ങും ക്ഷമിക്കണം. അതായത് യൂത്ത് ലീഗുമായി ഒരു ബന്ധവുമില്ലാത്ത, അതിക്രമം കാണിക്കാൻ ഒരുങ്ങാൻ കഴിയുന്ന ചില ക്രിമിനലുകൾ അങ്ങോട്ട് കയറുകയാണോ? അങ്ങനെയാണെങ്കിൽ യൂത്ത് ലീഗിന്റെ ദേശീയ നേതാവാണല്ലോ, യൂത്ത് ലീഗ് നിയമ പോരാട്ടത്തിന് പോകുമോ? അല്ല, അതൊക്കെ നിങ്ങളുടെ താല്പര്യം നിങ്ങൾ ചോദ്യമായി കൊണ്ടുവരുന്നത്, അതിനോടൊന്നും പ്രതികരിക്കാൻ ഞാനില്ല. അതൊക്കെ പാർട്ടി അന്വേഷിക്കും, എന്താണ് സംഭവിച്ചത്, എങ്ങനെയാണ് അവിടെ സംഭവങ്ങൾ നിങ്ങളുടെ ആധ്യാത്മിക നേതാവായ, നിങ്ങളുടെ ആധ്യാത്മിക നേതാക്കന്മാരുടെ കുടുംബമായ പാണക്കാട് ശ്രീ ഹൈദരലി ശിഹാബ് തങ്ങളുടെ മകന്റെ വാർത്താ സമ്മേളനത്തിലേക്ക് ഒരു പറ്റം ക്രിമിനലുകൾ കയറിയാൽ അത് പാർട്ടി അന്വേഷിക്കേണ്ട കാര്യമല്ല കേട്ടോ. പാർട്ടി പ്രവർത്തകർ തന്നെ കയറുകയാണെങ്കിൽ പാർട്ടിക്ക് അന്വേഷിക്കാം, അതിന് എന്തെങ്കിലും കയ്യാങ്കളി ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലീസിനും കൊടുക്കാം. പക്ഷേ ചില ക്രിമിനലുകളാണ്, പാർട്ടിയുമായി ഒരു ബന്ധവുമില്ലാത്ത ക്രിമിനലുകളാണെങ്കിൽ പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കണം. അതാണ് നാട്ടു നടപ്പ് ശ്രീ TP അഷ്റഫ് അലി. അല്ല, അത്തരം കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അതിനെക്കുറിച്ചുള്ള ആലോചനകളും ചർച്ചകളും നടക്കുന്നുണ്ട്. നേതാക്കന്മാർ അതിനാവശ്യമായ നടപടികളെടുക്കും. ആ കാര്യം അതിലേക്ക് വിടാം. ഞാനിവിടെ പറയുന്നത്, ഇവിടെ ശ്രീ അബ്ദുൽ അസീസ് പറഞ്ഞ കാര്യം, മുസ്ലിം ലീഗിന്റെ മീറ്റിംഗ്, ആ മീറ്റിംഗിൽ ആരെല്ലാം വിളിക്കണം അത് മുസ്ലിം ലീഗ് നേതാക്കന്മാർക്ക് തീരുമാനിക്കാമല്ലോ. പക്ഷേ ആ മീറ്റിംഗ് കഴിഞ്ഞിട്ട് വളരെ കൃത്യമായി പത്രക്കാരെ കണ്ടു, അഭിപ്രായങ്ങൾ പറഞ്ഞു, തീരുമാനങ്ങൾ പറഞ്ഞു, അതിന്റെ അനന്തര നടപടികളുമായി ഞങ്ങൾ പോകുന്നു. INL മീറ്റിംഗ് കഴിഞ്ഞിട്ട് എന്തായിരുന്നു അവസ്ഥ? ഓടുകയായിരുന്നില്ലേ ഈ അബ്ദുൽ അസീസ് ഉൾപ്പെടെയുള്ള ആളുകൾ? അതൊന്നും മുസ്ലിം ലീഗിന്റെ യോഗത്തിൽ ഉണ്ടായിട്ടില്ല. ഞങ്ങൾക്ക് ചർച്ചയുണ്ട്, ഞങ്ങൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്, ഞങ്ങൾക്ക് തീരുമാനങ്ങളുണ്ട്, അത് നടപ്പിലാക്കുന്നുമുണ്ട്. അത് അങ്ങനെയുള്ള ഒരു പാർട്ടിയാണ് മുസ്ലിം ലീഗ്. ആ മുസ്ലിം ലീഗ് പാർട്ടിയെ നിങ്ങൾക്ക് പൊതുസമൂഹത്തിൽ കരിവാരിത്തേക്കാൻ വേണ്ടി നിങ്ങൾക്ക് തോന്നുന്നത് മുഴുവനും ആരോപണമായി പറയുക. 2006 മുതൽ ഇവിടെ സാമ്പത്തികമായ പ്രയാസമുണ്ടെന്ന് പറയുന്നു, അല്ലെങ്കിൽ ആരോപണമുണ്ടെന്ന് പറയുന്നു. എന്ത് ആരോപണങ്ങൾ? നിങ്ങൾ പറയുന്നതല്ലാതെ ഏതെങ്കിലും തെളിയിക്കപ്പെട്ട ആരോപണങ്ങളുണ്ടോ? ഇവിടെ KT ജലീൽ പറഞ്ഞു അദ്ദേഹം മുല്ലപ്പൂ വിപ്ലവത്തിന്റെ ഏറ്റവും വലിയ ആളായിരുന്നു എന്ന്. KT ജലീൽ മുസ്ലിം ലീഗിൽ നിന്ന് പോകുന്നത് മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റായി അദ്ദേഹത്തെ ആക്കാത്തത് കൊണ്ടാണ്. അല്ലാതെ അദ്ദേഹം ഏതെങ്കിലും ഒരു സാമ്പത്തികമായ ആരോപണത്തിന്റെ പേരിലല്ല. പിന്നീട് മത്സരിക്കാനൊരു ചാൻസ് വന്നപ്പോൾ മത്സരിച്ചു. അവിടുന്ന് അങ്ങോട്ടാണ് അദ്ദേഹം പല ആരോപണങ്ങളും പറയുന്നത്. അന്നത്തെ രാഷ്ട്രീയ സാഹചര്യം അദ്ദേഹം വിജയിച്ചു. അതല്ല, മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റായി അന്ന് KT ജലീലിനെ വെച്ചിരുന്നെങ്കിൽ അദ്ദേഹം ഇന്ന് മുസ്ലിം ലീഗിലുണ്ടാകും. അധികാരങ്ങൾ ലഭിക്കാത്തപ്പോൾ ഇറങ്ങിപ്പോയ ആളാണ്. ഈ ചരിത്രം എല്ലാവർക്കും അറിയാവുന്നതാണ്. പിന്നീട് ഒരു മുല്ലപ്പൂ വിപ്ലവം നടന്നു എന്നൊന്നും പറഞ്ഞ് അതിനെ വലിയ കേമത്തരമായി അവതരിപ്പിക്കരുത്. ഇത് അധികാര കൊതിമൂത്ത് CPM-ലേക്ക് പോയി എന്നുള്ള ആ ചെറിയ ഒരു വിവരണം മാത്രം മതി എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ശരി, ശ്രീ TP അഷ്റഫ് അലി, അതൊരു വലിയ ആരോപണമാണ്. പക്ഷേ ശ്രീ KT ജലീൽ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എങ്ങനെയാണ് എനിക്ക് കിട്ടിയ നിങ്ങൾക്ക് കിട്ടാത്ത രേഖകൾ എനിക്ക് കിട്ടുന്നത്? പാണക്കാട് തങ്ങൾ കുടുംബം എനിക്കത് നൽകുന്നുണ്ടെങ്കിൽ അത് ആ കുടുംബത്തിനുള്ളിൽ അത്തരമൊരു വികാരം ഉണ്ടായതുകൊണ്ടാണ് എന്നാണ് ശ്രീ KT ജലീൽ അത് എന്നെ മറുപടി പറയാൻ കഴിയും. ശ്രീ KT ജലീൽ, അതായത് ഈ പാണക്കാട് കുടുംബത്തിന്റെ ഉള്ളിൽ നിന്ന് നിങ്ങൾക്ക് അതിനുള്ളൊരു മറുപടി കിട്ടുന്നുണ്ടോ? അതായത് ഇങ്ങനെ ഒരു വികാരം പാണക്കാട് കുടുംബത്തിനുള്ളിലുണ്ട് എന്ന് അങ്ങ് കരുതുന്നുണ്ടോ? അങ്ങനെയല്ല. കുഞ്ഞാലിക്കുട്ടി പാണക്കാട് തങ്ങന്മാരെ മറയാക്കി കള്ളപ്പണം വെളുപ്പിക്കുന്നു, ധനശേഖരണം നടത്തി അതിന് കണക്ക് സൂക്ഷിക്കാതെ സ്വന്തം കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. ലക്ഷക്കണക്കിന് രൂപയാണ് ഗൾഫിൽ നിന്നൊക്കെ ചന്ദ്രികയ്ക്ക് വേണ്ടി പിരിച്ചു കൊണ്ടുവന്നത്. ചന്ദ്രികയിൽ പക്ഷേ അത് ചെലവാക്കുന്നില്ല. നിങ്ങൾക്കറിയോ അങ്ങനെ ഒരു ബോധ്യം ശ്രീ KT ജലീൽ പാണക്കാട് കുടുംബം? അങ്ങനെ ഒരു ബോധ്യം സമീപകാലത്ത് പാണക്കാട് കുടുംബത്തിന് സമീപകാലത്ത് ഉണ്ടായിട്ടുണ്ട്. അത് അങ്ങയുമായി ആശയവിനിമയം അതുകൊണ്ട് കൂടിയാണ് അതിനെതിരായിട്ടുള്ള ഒരു വികാരം ഉണ്ടായി വരുന്നു എന്നുള്ളതിന്റെ സൂചനയല്ലേ ഇത്? ലീഗിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ അല്ലെങ്കിൽ സംസ്ഥാന ഭാരവാഹികളുടെ യോഗത്തിൽ അങ്ങനെ തന്നെ എനിക്ക് വ്യാഖ്യാനിക്കാമല്ലോ. പാണക്കാട് കുടുംബത്തിൽ അതിനെതിരെ വികാരമുണ്ട്. പാണക്കാട് കുടുംബത്തിൽ പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങളെ ചതിക്കുഴിയിൽ വീഴ്ത്തി എന്നുള്ള വികാരമുണ്ട്. അല്ലെങ്കിൽ ഈ കത്തിൻ്റെ കോപ്പി എങ്ങനെ കിട്ടും? നിങ്ങൾ പറ. ആകാശത്ത് നിന്ന് കിട്ടുമല്ലോ ഇത്. ശ്രീ KT ജലീൽ, അതോടൊപ്പം തന്നെ നേരത്തെ ശ്രീ അഡ്വക്കേറ്റ് ജയശങ്കർ ചോദിക്കുന്നുണ്ടായിരുന്നു, അതായത് ഈ കഴിഞ്ഞ ദിവസം അങ്ങ് സഭയിൽ പറയുന്നു 5 വർഷം എന്നെ വേട്ടയാടി, ഇനി ഞാൻ നിങ്ങളുടെ പിന്നാലെ ഉണ്ടാകുമെന്ന്. ഇതൊരു പകരത്തിന് പകരമാണോ? ഇത് സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയെടുത്തൊരു വിവാദമാണോ എന്ന് ചോദ്യമുണ്ടായാൽ?
ഞാൻ കഴിഞ്ഞ 5 വർഷം മന്ത്രിയായിരുന്നു. ഞാൻ നിങ്ങളോട് വിനയപുരസ്സരം ചോദിക്കട്ടെ. മന്ത്രി എന്നുള്ള നിലയിൽ എൻ്റെ അടുത്ത് വന്ന സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ ഫയലുകളിൽ തീർപ്പ് കൽപ്പിക്കുന്നതിന് ഞാൻ പ്രത്യേകമായിട്ടുള്ള ഔത്സുക്യം കാണിച്ചിട്ടുണ്ട്. ഒരാളുടെ ഒരു കാലിച്ചായ പോലും ഞാൻ 5 വർഷത്തിനിടയിൽ കാര്യം സാധിപ്പിച്ചു കൊടുത്തതിന് കുടിച്ചിട്ടില്ല എന്ന് എനിക്കെൻ്റെ നെഞ്ചത്ത് കൈവച്ച് പറയാൻ പറ്റും. ഒരു 10 പൈസ നഷ്ടമെന്നല്ലാതെ ലാഭം ഞാൻ ഈ ജനപ്രതിനിധിയായ കാലയളവിൽ ഉണ്ടായിട്ടില്ല എന്ന് എൻ്റെ സമ്പാദ്യം മുഴുവൻ അരിച്ചു പെറുക്കിയ ഇഡിക്ക് ബോധ്യമായതാണ്. കഴിഞ്ഞ 25 വർഷത്തെ എൻ്റെ സമ്പാദ്യം, എൻ്റെ ബാങ്ക് അക്കൗണ്ടുകൾ, അതിലേക്ക് വന്ന പണം, പോയ പണം എല്ലാം പരിശോധിച്ചു. രാഷ്ട്രീയ രംഗത്ത് സംശുദ്ധി പുലർത്തണമെന്ന് ആഗ്രഹിച്ചയാളാണ് ഞാൻ. ഒരു വർഷത്തെ ഒരു ഡെപ്യൂട്ടേഷൻ നിയമനവുമായി ബന്ധപ്പെട്ട്, അതും നമ്മളുടെ രാജ്യത്തെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു സ്വകാര്യ ഷെഡ്യൂൾഡ് ബാങ്കിൽ നിന്ന് ഒരു കൊല്ലത്തേക്ക് ഒരാളെ ഡെപ്യൂട്ടേഷനിൽ കൊണ്ടുവന്നു എന്നുള്ള അപരാധം എന്നിൽ ചാർത്തി എന്തൊക്കെയാണ് ലീഗ് കാട്ടിക്കൂട്ടിയത്. ഒരു തൊഴിലില്ലാത്തയാൾക്ക് തൊഴിൽ കൊടുത്തതല്ല, കാലാകാലത്തേക്ക് ഒരു തൊഴിൽ നൽകിയതും അല്ല. ഒരു സ്ഥാപനം നന്നാവട്ടെ എന്നുള്ള സതുദ്ദേശത്തിൽ അതിന് പ്രാപ്തനായ ബാങ്കിംഗ് മേഖലയിലെ ഒരാളോട് ഒരു കൊല്ലം നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ്. ഒരു വിശദമായ ഫേസ്ബുക്ക് പറഞ്ഞതുകൊണ്ട് പോസ്റ്റ് ഭാഷയിൽ അങ്ങ് എഴുതുകയും ചെയ്തിരുന്നു. പക്ഷേ അങ്ങിപ്പോൾ ലോകായുക്തയിലേക്ക് ഉത്തരവിനെതിരെ സുപ്രീം കോടതിയിലേക്ക് പോവുകയാണ്. ആ കറ കഴുകിക്കളഞ്ഞ് കൂടുതൽ ശക്തനായി ലീഗിനെതിരെ വലിയൊരു ശക്തിയായി ഉയർന്നു വരാൻ കഴിയുമെന്ന് കെ ടി ജലീൽ പ്രതീക്ഷിക്കുന്നുണ്ട്. ആ കറ കഴുകിക്കളയുക എന്ന് പറഞ്ഞാൽ ആ കറ പോലും സൃഷ്ടിക്കപ്പെട്ടതാണ്. ഡെലിബറേറ്റ്ലി ഇറ്റ് വാസ് ക്രിയേറ്റഡ്. അത് കഴുകിക്കളയേണ്ട പ്രശ്നമില്ല. കാരണം ഒരു മനുഷ്യനെ നമുക്ക് വായിച്ചെടുക്കാൻ വേണ്ടി കഴിയുക, മനസ്സിലാക്കാൻ വേണ്ടി കഴിയുക, അയാളുമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തി നോക്കുക, അയാളുടെ സാമ്പത്തിക സ്ഥിതി എന്താണ് നോക്കുക, അയാൾ ധരിക്കുന്ന വസ്ത്രം നോക്കിയാൽ മതി, അയാൾ കിട്ടുന്ന വാച്ച് നോക്കിയാൽ മതി, അയാൾ ഉപയോഗിക്കുന്ന കണ്ണടയുടെ ഫ്രെയിം നോക്കിയാൽ മതി, അയാൾ കീശയിൽ കൊണ്ടു നടക്കുന്ന പേന നോക്കിയാൽ മതി, അയാൾ സഞ്ചരിക്കുന്ന വാഹനം നോക്കിയാൽ മതി. ഞാൻ എനിക്ക് കിട്ടുന്ന വരുമാനത്തിൻ്റെ പരിധിക്കപ്പുറത്ത് ജീവിക്കുന്നു എന്ന് ഈ നാട്ടിലെ ഏതെങ്കിലും ഒരാൾ പറഞ്ഞാൽ, ഏതെങ്കിലും ഒരാളിൽ നിന്ന് 10 പൈസ കൈക്കൂലിയായോ മറ്റെന്തെങ്കിലും ആനുകൂല്യങ്ങളായോ പറ്റിയെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അന്ന് ഞാൻ നിങ്ങൾ പറയുന്നത് കേൾക്കും. അങ്ങനെ ജീവിക്കാൻ ആഗ്രഹിച്ച ഒരാളെയാണ് കുടിപ്പകയുടെ പേരിൽ കഴിഞ്ഞ 5 വർഷം ലീഗ് വേട്ടയാടിയത്. ശരി, അടുത്ത ജയശങ്കർ, ഇപ്പോൾ മുസ്ലിം ലീഗിൽ മുൻപും പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്ന് പറയാമെങ്കിൽ പോലും അതിത്രത്തോളം പ്രകടമായി വന്നിട്ടില്ല. അല്ലെങ്കിൽ PK കുഞ്ഞാലിക്കുട്ടി എന്ന അധികായനെതിരെ നേരിട്ടൊരു ശബ്ദമുയർത്താൻ ആർക്കും ഇതുവരെ സാധിച്ചിട്ടുമില്ല. പക്ഷേ ഇപ്പോഴങ്ങനെയല്ല. തുടരെയുള്ള തിരഞ്ഞെടുപ്പുകൾ പാർട്ടിയുടെ അടിത്തട്ടിലെ അണികൾക്ക് ഇടയിലുണ്ടാക്കിയ വൈഷമ്യങ്ങളുണ്ട്. അതും തുറന്നു പറയാൻ തയ്യാറായിട്ടില്ല. അതിനിടയിൽ KT ജലീൽ പക്ഷേ ഒരു ആരോപണവുമായി വരുമ്പോൾ പാർട്ടിക്കുള്ളിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതവരുടെ യോഗത്തിനുള്ളിൽ ഉണ്ടാകുന്നുണ്ട്. എത്ര മറകെട്ടി നോക്കാൻ സാധിച്ചാലും പാർട്ടിക്കുള്ളിൽ ഉണ്ടാകുന്ന വിമർശനങ്ങളുടെ നാവായാണ് ജലീൽ പുറത്തു വരുന്നത്. ജലീൽ പറയുന്നത് ലീഗിനുള്ളിലുള്ള ആളുകളുടെ വാക്കുകളാണ്. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ പരാജയം സത്യത്തിൽ മുസ്ലിം ലീഗ് പാർട്ടി ഒരിക്കലും പ്രതീക്ഷിച്ചല്ല. ഇതിലും വലിയ പരാജയം ലീഗിനുണ്ടായിട്ട് നമുക്കറിയാം. 2006 വലിയ പരാജയം ഉണ്ടായി. കഴിഞ്ഞ പൊതുതെരഞ്ഞെടുപ്പ് 2016 ലീഗിന് അത്ര വലിയ പരാജയമല്ല, എന്നാലും തിരിച്ചടി ഉണ്ടായി. UDF ഭരണം നഷ്ടപ്പെട്ടു. പക്ഷേ ഇത്തവണ അവർ വിജയിക്കുമെന്ന് പ്രതീക്ഷിച്ച വിജയം ഉണ്ടായില്ല. സ്വാഭാവികമായിട്ടും ഒരു വിഭാഗം ആളുകളുടെ ഇടയിൽ, നേതാക്കന്മാരുടെ ഇടയിൽ ആശയക്കുഴപ്പമുണ്ട്, അണികളുടെ ഇടയിലും ആശയക്കുഴപ്പമുണ്ട്. കാരണം ഒരു പാർട്ടി 10 കൊല്ലം അധികാരത്തിന് പുറത്ത് നിൽക്കുക എന്ന് പറഞ്ഞാൽ അത്ര സുഖകരമായൊരു കാര്യമല്ല. കോൺഗ്രസിനകത്തും ഈ പ്രശ്നമുണ്ട്. പക്ഷേ ലീഗിനകത്ത് ഇതിനു മുമ്പില്ലാത്ത രീതിയിൽ ഒരു ചെറിയ ആശയക്കുഴപ്പമുണ്ടായിരുന്നുള്ള സത്യമാണ്. പക്ഷേ മുസ്ലിം ലീഗ് പോലൊരു പാർട്ടിയെ സംബന്ധിച്ചുള്ള ഇങ്ങനെ 1-2 തെരഞ്ഞെടുപ്പിലെ പരാജയം കൊണ്ട് ആ പാർട്ടിയുടെ അടിത്തറയെ ബാധിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതിൻ്റെ ഒരു പ്രത്യേക രീതിയിലാണ് ഈ പാർട്ടിയുടെ ഘടന. നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ
വലിയൊരു വിഭാഗം ആളുകൾ, പ്രത്യേകിച്ച് മലബാറിൽ, അതിനേക്കാൾ ഉപരി മലപ്പുറം ജില്ലയിൽ ഈ പാർട്ടിയിൽ ഇപ്പോഴും പ്രതീക്ഷ വച്ച് പുലർത്തുന്നു. ഇന്നല്ലെങ്കിൽ നാളെ ഇതിനൊക്കെ അതിജീവിച്ച് പാർട്ടി മുന്നിട്ട് വരും എന്നവർ വിചാരിക്കുന്നു. പക്ഷേ കുഞ്ഞാലിക്കുട്ടിയെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായിട്ടും രാഷ്ട്രീയമായിട്ടും അദ്ദേഹത്തിനെതിരെ പല വിരലുകളും ചൂണ്ടപ്പെടുന്നുണ്ടെന്നുള്ള ഒരു സത്യമാണ്. അതിൽ പല ഘടകങ്ങളും പല സാഹചര്യങ്ങളും ഉണ്ട്. പ്രത്യേകിച്ച് അദ്ദേഹം പാർലമെൻറ്റിനകത്തും രാജിവെച്ച് നിയമസഭയിലേക്ക് മത്സരിച്ചതുകൊണ്ടാണ് പാർട്ടി തോറ്റുപോയത്, അല്ലെങ്കിൽ UDF തിരിച്ചടി ഉണ്ടായത് എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ അതിൽ വലിയ അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ശ്രീ ജയശങ്കർ, അവിടെയാണ് ഇന്ന് മൊയ്ൻ അലി തങ്ങളുടെ വാർത്താ സമ്മേളനം. അതായത് മൊയ്ൻ അലി തങ്ങൾ ഇതിനു മുൻപും PK കുഞ്ഞാലിക്കുട്ടിക്കെതിരെ വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് ഈ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് തന്നെ. ഇപ്പോൾ മൊയ്ൻ അലി തങ്ങൾ തന്നെ തുറന്നു പറയുകയാണ് ഈ പ്രശ്നങ്ങളുടെ കാരണം PK കുഞ്ഞാലിക്കുട്ടിയും അതിനൊപ്പം തന്നെ മറ്റ് PK കുഞ്ഞാലിക്കുട്ടിക്കൊപ്പമുള്ള നേതാക്കളുമാണ്, ഇബ്രാഹിം കുഞ്ഞ് അടക്കമുള്ളവരാണ് എന്ന്. ഈ മൊയ്ൻ അലി തങ്ങൾ ഹൈദരലി ശിഹാബ് തങ്ങളുടെ മകനാണ്. അദ്ദേഹമാണ് പറയുന്നത് വലിയ വിഷമം മാനസികമായി എൻ്റെ പിതാവിന് ഉണ്ടാക്കിയിട്ടുണ്ട്, അനാരോഗ്യത്തിന് കാരണം ഇതാണ് എന്ന്. അണികൾക്കിടയിൽ വലിയ പ്രശ്നമുണ്ടാകില്ലേ? അല്ല, അത് തീർച്ചയായിട്ടും ആശയക്കുഴപ്പം വർദ്ധിപ്പിക്കും. പ്രത്യേകിച്ച് പാണക്കാട് ഹൈദരലി തങ്ങളുടെ മകൻ ഇങ്ങനൊരു പ്രസ്താവന നടത്തുമ്പോൾ അത് പാർട്ടി അണികളുടെ ഇടയിൽ അല്ലെങ്കിൽ പാർട്ടി നേതാക്കന്മാരുടെ ഇടയിൽ തന്നെ ഉള്ള ആശയക്കുഴപ്പത്തിന് ആക്കം കൂട്ടുന്നുള്ള യാതൊരു സംശയമില്ല. കുഞ്ഞാലിക്കുട്ടിയെ കുറച്ചുകൂടി പ്രതിരോധത്തിലാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. പക്ഷേ ഞാൻ അതിലേക്ക് വരുന്നത്, കുഞ്ഞാലിക്കുട്ടി ഇങ്ങനെ വന്നതുകൊണ്ടാണ് തോറ്റത് എന്ന് വിചാരിക്കുന്ന ഒരു പാർട്ടിക്കകത്തിന് ഞാൻ അങ്ങനെ വിചാരിക്കുന്നില്ല. കാരണം ഇത്രയും ഒരു സങ്കീർണമായ സാഹചര്യത്തിൽ മുസ്ലിം ലീഗ് പാർട്ടിയെ മുന്നിൽ നിന്ന് നയിക്കാൻ ഏറ്റവും ശക്തനായ ഏറ്റവും കരുത്തനായ നേതാവ് കുഞ്ഞാലിക്കുട്ടി തന്നെയാണ്. ഞാൻ കുഞ്ഞാലിക്കുട്ടി ഒരു ആരാധകനൊന്നുമല്ല, പക്ഷേ കുഞ്ഞാലിക്കുട്ടിക്ക് പകരം വയ്ക്കാൻ ഒരു നേതാവ് ഇന്നത്തെ നിലയ്ക്ക് മുസ്ലിം ലീഗിലില്ല. ഇതൊരു യാഥാർത്ഥ്യമാണ്. എനിക്ക് തോന്നുന്നത് KT ജലീലടക്കം അതിനെ തർക്കിക്കുന്നു തോന്നുന്നില്ല. പക്ഷേ പ്രശ്നം എന്താ വെച്ചാൽ ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ ആശയക്കുഴപ്പം നിലനിൽക്കുന്നു. ആശയക്കുഴപ്പത്തിൻ്റെ പുറത്ത് KT ജലീൽ ആരോപണം ഉന്നയിക്കുന്നതിന് അത്ര വലിയ പ്രസക്തിയില്ല. ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹത്തെ സംബന്ധിച്ച് ഇവർ പല ആക്ഷേപങ്ങളും ഉന്നയിച്ചാണ്. അതിനൊരു പ്രതികാരം എന്ന രീതിയിൽ ഇദ്ദേഹം ഉന്നയിക്കുന്നു എന്ന് വിചാരിക്കുള്ളൂ. പക്ഷേ ലീഗ് പാർട്ടിക്ക് അകത്ത് തന്നെയുള്ള നേതാക്കന്മാർ ഇതുപോലെ അഭിപ്രായങ്ങൾ പാർട്ടി യോഗത്തിൽ പറയുകയും പാർട്ടി യോഗത്തിൽ പറഞ്ഞ അഭിപ്രായം വള്ളിപുള്ളി വിസർഗ വ്യത്യാസമില്ലാതെ പിറ്റേ ദിവസം പത്രത്തിൽ അച്ചടിച്ച് വരികയും ചെയ്യുമ്പോൾ അതാണ് പ്രശ്നം. പാർട്ടിക്കകത്ത് ഉൾപാർട്ടി ജനാധിപത്യമുണ്ട്, നമുക്ക് എന്താ അഭിപ്രായം പറയാം. പക്ഷേ ആ പാർട്ടി യോഗത്തിൽ പറഞ്ഞ അഭിപ്രായം പിറ്റേ ദിവസം ചന്ദ്രിക ഒഴിച്ച് ബാക്കി എല്ലാ പത്രത്തിലും വരികയാണ്. മാധ്യമത്തിൽ വരുന്നു, മാതൃഭൂമിയിൽ വരുന്നു, മറ്റ് എല്ലാ പത്രങ്ങളിലും വരുന്നു. അങ്ങനെ വരുമ്പോൾ അത് സ്വാഭാവികമായിട്ട് ആളുകളുടെ ഇടയിൽ വലിയ ആശയക്കുഴപ്പമുണ്ടാക്കും. അതിലുമുപരി ഈ മൊയ്ൻ അലി തങ്ങൾ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ, എനിക്ക് ഇദ്ദേഹത്തെ നേരിട്ട് പരിചയമില്ല, പക്ഷേ അദ്ദേഹത്തിൻ്റെ പല പരാമർശങ്ങളും അദ്ദേഹത്തിൻ്റെ പരസ്യ പ്രസ്താവനകളും ഒക്കെ തന്നെ അപക്വമാണെന്ന് എനിക്ക് തോന്നിയിട്ട്. ഇപ്പം ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയല്ല പറയുന്നത്. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ഇദ്ദേഹം സ്വന്തം നിലയ്ക്ക് ഒരു ആവശ്യം ഉന്നയിക്കുകയാണ്. മുസ്ലിം ലീഗിന് 3 സീറ്റ് വേണം. മുസ്ലിം ലീഗിന് 3 4 സീറ്റ് കിട്ടാൻ തടസ്സമുണ്ടായിട്ടില്ല. പക്ഷേ അന്നത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ മുസ്ലിം ലീഗിന് 3ാമതൊരു സീറ്റ് അനുവദിച്ചിരുന്നെങ്കിൽ ഏതാണ്ട് 5ാം മന്ത്രിയെ കൊടുത്ത പോലത്തെ ഒരു അവസ്ഥ കേരളത്തിലുണ്ടാവുമായിരുന്നു. കാരണം അത് സാമുദായിക ധ്രുവീകരണത്തിനിടയാക്കും. UDF വോട്ട് ബേസിന് ഭയങ്കരമായിട്ട് ബാധിക്കുമായിരുന്നു. മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാർക്ക് വിവേകമുള്ളതുകൊണ്ട് അവർ 2 സീറ്റ് മതി എന്ന് പറഞ്ഞു, 2 സീറ്റിൽ പ്രസിച്ചു. സത്യത്തിൽ ഇദ്ദേഹത്തിന് അത് പരസ്യമായിട്ട് ആവശ്യപ്പെടേണ്ട വല്ല ആവശ്യമുണ്ട്? അദ്ദേഹം സംസ്ഥാന പ്രസിഡന്റിൻ്റെ മകനാണ് എന്ന് കരുതി പാർട്ടിയുടെ നയം അല്ലെങ്കിൽ പാർട്ടിയുടെ താല്പര്യങ്ങൾ ഇദ്ദേഹമാണ് പ്രഖ്യാപിക്കേണ്ടത്. അത് പാർട്ടി യോഗം ചേർന്ന് UDF ഉന്നയിക്കണം. UDF പറയേണ്ട കാര്യം പാർട്ടി നേതാവിൻ്റെ മകൻ എന്ന അധികാരം ഉപയോഗിച്ച് ഒരാൾ പറയാൻ തുടങ്ങിയ സ്ഥിതി എന്തോ. ഇപ്പോൾ VD സതീശൻ്റെ മകൾ നാളെ പത്രസമ്മേളനം പിടിച്ചിട്ട് രാഹുൽ ഗാന്ധി ഇന്ന രീതിയിൽ പ്രവർത്തിക്കണം എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അത് ശരിയായ ഒരു രീതിയല്ല. അപ്പോൾ മൊയ്ൻ അലി തങ്ങളുടെ പല പരാമർശങ്ങളും, ഇത് മാത്രമല്ല, ഇപ്പോൾ ഈ ഫണ്ടുമായി ബന്ധപ്പെട്ട വിവാദം തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് അദ്ദേഹത്തിന് അത് പറയേണ്ട വല്ല ആവശ്യമുള്ളൂ. പാർട്ടിക്ക് അകത്ത് പറയാം, അത് പാർട്ടിക്ക് പുറത്ത് പറയും. ഇന്ന ഫണ്ട് പിരിച്ചതിൽ വെട്ടിപ്പുണ്ടായിട്ട് അത് പാർട്ടിയുടെ പ്രതിച്ഛായയെ ബാധിക്കില്ലേ? പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് സാധ്യതകളെ ബാധിക്കില്ലേ? ഇതൊക്കെ പ്രശ്നങ്ങളല്ലേ. ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടിയോട് അദ്ദേഹത്തിന് വിയോജിപ്പുണ്ടാകും, അതൊരു പാർട്ടി ഫോറത്തിൽ പറയാം. അല്ലെങ്കിൽ അദ്ദേഹത്തിന് പാണക്കാട് തങ്ങൾമാരുടെ കുടുംബത്തിൽ പറയാം. അവിടെ നേതാക്കന്മാരുണ്ട്, അവർക്ക് ഇപ്പോൾ സാദിഖ് അലി തങ്ങളോട് പറയാം, ഇന്ന മാതിരി പ്രശ്നങ്ങളുണ്ട്, ഇദ്ദേഹത്തിൻ്റെ പോക്ക് ശരിയല്ല എന്ന് എനിക്ക് അഭിപ്രായമുണ്ട്, അവിടെ പറയാം. അല്ലാതെ കണ്ട് ഈ വക കാര്യങ്ങളൊക്കെ പരസ്യപ്പെടുത്തി പറയേണ്ട കാര്യമുണ്ടോ? അതും ശരിയായ രീതിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ കുഞ്ഞാലിക്കുട്ടിയോട് നമുക്ക് ഈ രാഷ്ട്രീയമായിട്ട് പല വിയോജിപ്പുകളുണ്ടെങ്കിൽ പോലും ഈ മൊയ്ൻ അലി തങ്ങൾ ഇങ്ങനെ പരസ്യ പ്രതികരണങ്ങൾ നടത്തുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന രീതിയിൽ ലീഗിനും ഗുണകരമല്ല, ആ പാണക്കാട് കുടുംബത്തിന് തന്നെയും ഗുണകരമല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ശരി, അത് ലീഗ് വിചിന്തനം ചെയ്യേണ്ട കാര്യമാണ്. മാത്രമല്ല അതിൻ്റെ വികാരപരമായ കാര്യം പ്രതിഫലിപ്പിക്കാനുള്ള ധാർമ്മിക അവകാശം അദ്ദേഹത്തിന് ഉണ്ട്, അത് അങ്ങ് നിഷേധിക്കില്ല എന്ന് ഞാൻ വിചാരിക്കുകയും ചെയ്യുന്നു. ശ്രീ അബ്ദുൽ അസീസ്, ഇപ്പോൾ ശ്രീ അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞൊരു കാര്യം, ലീഗിൽ കുഞ്ഞാലിക്കുട്ടിക്ക് പകരക്കാരനില്ല, ഒരു പരിധി വരെ അത് ശരിയാണ്. അതിനൊപ്പം തന്നെ കുഞ്ഞാലിക്കുട്ടി പല
പ്രശ്നങ്ങളിലും ഉയർത്തിപ്പിടിക്കുന്ന ചില നിലപാടുകളുണ്ട്. അത് തീർത്തും മതേതരമാണ്. അതായത് വലിയ സാമുദായിക സംഘർഷങ്ങളില്ലാതെ കേരളം മുന്നോട്ട് പോകുമ്പോൾ ഈ ന്യൂനപക്ഷ രാഷ്ട്രീയത്തെ ഇത്രയധികം കൃത്യമായി മതേതരമായി തന്നെ നയിച്ചുകൊണ്ട് പോകാൻ അദ്ദേഹം വഹിക്കുന്ന പങ്ക്, അതിനെപ്പറ്റി എതിർ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാവും മുതിർന്ന മാധ്യമപ്രവർത്തകരും ഒക്കെ പറഞ്ഞു, ഞാനും കേട്ടിട്ടുണ്ട്. അപ്പോൾ ലീഗിന്റെ ഈ മറ്റൊരു നേതാവില്ലാത്ത വിധം അതികായനാണ്, ആ വാക്ക് തന്നെയാണ് ഞാൻ ഉപയോഗിക്കുന്നത്, കുഞ്ഞാലിക്കുട്ടി എന്ന് പറയുന്നത്. അദ്ദേഹത്തിനെതിരെ ഉയരുന്ന ആരോപണങ്ങളെ പാർട്ടി അതുകൊണ്ട് തന്നെ ചെറുക്കുകയും ചെയ്യും. മധു, ഈ ഒരു നിലപാടിനെ ഞാൻ ചോദ്യം ചെയ്യുകയാണ്. കാരണം മുസ്ലിം ലീഗ് കുഞ്ഞാലിക്കുട്ടിയുടെ കാലത്തിന് ശേഷം ഉണ്ടായതല്ലല്ലോ, അതിനു മുമ്പും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഉണ്ടായിരുന്നു. ഞങ്ങളൊക്കെ വളരെ അഭിമാനത്തോടു കൂടി പിന്തുണച്ച ഒരു നേതാവുണ്ടായിരുന്നു CH മുഹമ്മദ് കോയ സാഹിബ്. CH മുഹമ്മദ് കോയ സാഹിബിനെതിരായി ഒരു തരത്തിലുള്ള ആരോപണവും ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നില്ല. സാമ്പത്തിക ക്രമക്കേടോ മറ്റു കാര്യങ്ങളോ വെച്ചുകൊണ്ട് CH മുഹമ്മദ് കോയ സാഹിബിനെതിരായി ധാർമ്മികതയുമായി ബന്ധപ്പെട്ട ഒരു ആക്ഷേപം ഉണ്ടായിരുന്നില്ല. അഴിമതിക്കാരനാണെന്ന് ആക്ഷേപം ഉണ്ടായിരുന്നില്ല. എല്ലാ രാഷ്ട്രീയ ചരിത്രകാരന്മാരും പറഞ്ഞിട്ടുണ്ടായിരുന്നത് മുസ്ലിം ലീഗ് എന്ന വടവൃക്ഷത്തിൻ്റെ എല്ലാ ചില്ലകളും പൂത്ത വസന്തകാലമായിരുന്നു CHന്റെ കാലഘട്ടം എന്നാണ്. എന്നാൽ ആ CH മുഹമ്മദ് കോയ സാഹിബിന് ശേഷമാണ് കുഞ്ഞാലിക്കുട്ടി രംഗത്ത് വരുന്നത്. രംഗത്ത് വന്ന അന്നു മുതൽ മുസ്ലിം ലീഗിനകത്ത് ആരോപണത്തിൻ്റെ പെരുമഴയായിരുന്നു. എന്തുകൊണ്ടാണ് അത് സംഭവിച്ചത്? അദ്ദേഹം നേതാവാണോ അല്ലേ എന്നതിനേക്കാൾ അദ്ദേഹം ആരോപണ വിധേയനായിക്കൊണ്ടാണ് രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയത് തന്നെ എന്നതാണ് ഒരു പ്രധാനപ്പെട്ട വിഷയം. അപ്പോൾ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, കുഞ്ഞാലിക്കുട്ടിക്ക് അനുകൂലമായി ഈ തരത്തിലുള്ള അദ്ദേഹം വലിയ മഹാനാണ്, അദ്ദേഹം വളരെ കഴിവുള്ള ആളാണ് എന്ന നിലയിൽ ഒരു ടെമ്പോ സൃഷ്ടിച്ചെടുക്കുകയാണ്. അദ്ദേഹത്തിന് അനുകൂലമായി ഇത്തരത്തിലുള്ള ടെമ്പോ സൃഷ്ടിച്ചെടുക്കാൻ പോലും അദ്ദേഹം ആളുകളെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു എന്നതാണ് അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം. നിങ്ങൾക്ക് മറ്റൊരു കാര്യം മനസ്സിലാക്കാം. 1996-ലും 2006-ലും ഒക്കെ അദ്ദേഹത്തിനെതിരായി ഉയർന്നു വന്നിട്ടുണ്ടായിരുന്ന ഐസ്ക്രീം പാർലർ കേസ് ഉണ്ടല്ലോ. ആ കേസ് കഴിഞ്ഞ് കേരളത്തിലെ എല്ലാ മാധ്യമ പ്രവർത്തകരെയും വെറുപ്പിച്ച്, നമുക്ക് ഓർമ്മയുണ്ടല്ലോ, എയർപോർട്ടിൽ ശ്രീ ദീപ ഉൾപ്പെടെയുള്ള ആളുകൾ ആക്രമണത്തിന് വിധേയരാവുകയും അവർ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്ത സാഹചര്യം. അതിനുശേഷമാണ് കുഞ്ഞാലിക്കുട്ടിക്ക് കർമ്മപുരുഷ അവാർഡ് എന്ന പേരിൽ ഒരു അവാർഡ് നൽകപ്പെട്ടത്. ആരാണ് ഈ അവാർഡ് ക്രിയേറ്റ് ചെയ്തത്? ആരാണ് ഈ അവാർഡിൻ്റെ ആൾ? ഈ കർമ്മപുരുഷ അവാർഡ് എന്ന് പറയുന്നത് കുഞ്ഞാലിക്കുട്ടിയെ പോലെ എയർപോർട്ടിൽ കേരളത്തിലെ പ്രധാനപ്പെട്ട മാധ്യമ പ്രവർത്തകരെ ആക്രമിക്കാൻ ഗുണ്ടാ സംഘത്തെ ചുമതലപ്പെടുത്തിയ മാധ്യമ പ്രവർത്തകർ എറിഞ്ഞ കരിങ്കൊടി കുഞ്ഞാലിക്കുട്ടിയുടെ മുഖത്തു പതിച്ചതിൻ്റെ ചിത്രം കേരള വ്യാപകമായി രാജ്യവ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ട അതിനെ തൊട്ടുടനെയാണ് കർമ്മപുരുഷ അവാർഡ്. ഇദ്ദേഹത്തിൻ്റെ കർമ്മം പൗരുഷമാർന്നതാണ്, അദ്ദേഹം വലിയ പൗരുഷമാർന്ന കർമ്മത്തിൻ്റെ ഉടമയാണ് എന്നായിരുന്നോ ആ അവാർഡിൻ്റെ ഈ വാചകത്തിൻ്റെ അർത്ഥം നമുക്കറിയണത്? എന്ന് പറഞ്ഞാൽ എല്ലാ തലത്തിലും സാംസ്കാരിക ഗുണ്ടാ സംഘത്തെ ഏർപ്പെടുത്തുക. എന്തിനു വേണ്ടി? ഈ തരത്തിൽ അവാർഡ് നിർണ്ണയിക്കാൻ. അതുപോലെ തന്നെ കായികമായ സംഘത്തെ ഏർപ്പെടുത്തുക. മറ്റെല്ലാ തരത്തിലും ഈ വിധം മുസ്ലിം ലീഗിന്റെ ഏതു നേതാവ് ഒരു സമുദായത്തിന്റെ നേതൃത്വം കൊടുക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് വേണ്ടി കഴിഞ്ഞ കാലത്ത് പ്രവർത്തിച്ചിട്ടുണ്ട്? അപ്പോൾ ഇതാണ് ഇതിന്റെ പ്രശ്നം. ഈ പ്രശ്നം ബോധ്യപ്പെടുത്തുന്നതിനും സ്വയം ബോധ്യപ്പെടുന്നതിനും പകരം ആ നേതാവ് തന്നെയാണ് മഹാൻ, അദ്ദേഹത്തെക്കാൾ പ്രാപ്തനായ മറ്റൊരാളില്ല എന്ന് പറയുന്നത് ആരുടെ താല്പര്യം സംരക്ഷിക്കാനാണ് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് നമുക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇദ്ദേഹം വളർത്തിക്കൊണ്ടുവരുന്ന ഒരു വിഭാഗമുണ്ടല്ലോ, ആശാസ്യമല്ലാത്ത പ്രവർത്തനങ്ങൾ നടത്തുന്ന വിഭാഗം, അവരുടെ താല്പര്യവും അതിലൂടെ അദ്ദേഹത്തിന്റെ സാമ്പത്തിക താല്പര്യവും അധികാര താല്പര്യവും മാത്രം സംരക്ഷിക്കാനാണ്. അങ്ങനെയുള്ള താല്പര്യങ്ങൾ സാമ്പത്തിക താല്പര്യങ്ങളെ കുറിച്ച് പരാമർശിക്കപ്പെടാതെ പോകാൻ കഴിയില്ല. ഈ പണക്കാട് തങ്ങൾ വിഷയം മാത്രമല്ലല്ലോ ഈ വിവാദങ്ങൾക്കൊക്കെ അടിസ്ഥാനം. ശ്രീ TP അഷ്റഫ് അലി, കുഞ്ഞാലിക്കുട്ടിയുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക ആരോപണങ്ങളുടെ ഒരു വലിയ വിവാദം ഉന്നയിക്കുന്നുണ്ട് ശ്രീ KT ജലീൽ. അതായത് ഈ സഹകരണ ബാങ്കിലെ 3.5 കോടിയുടെ നിക്ഷേപം, അതിൽ 1.5 കോടി ഇൻട്രസ്റ്റായി മാത്രം വിത്ഡ്രോ ചെയ്തു എന്നടക്കമുള്ള കാര്യങ്ങൾ അത് ഉന്നയിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മകനെ കൂടി അതിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ആ ആരോപണങ്ങളെ പ്രതിരോധിക്കാൻ പക്ഷേ കൃത്യമായി കഴിയുന്നില്ല. NRI അക്കൗണ്ടാണ് എന്ന് പറയുന്നതിന് KT ജലീൽ ആടാപാടലം അതിനെ പ്രതിരോധിക്കുന്നുണ്ട്. അങ്ങനെ ഒരു നിയമം നിലവിലില്ല. സഹകരണ ബാങ്കുകളിൽ അങ്ങനെ NRI അക്കൗണ്ട് പണം നിക്ഷേപിക്കാനുള്ള സാധ്യതയില്ല എന്ന്. ഈ ബാങ്കിങ്ങുമായി ബന്ധപ്പെട്ട് ശ്രീ KT ജലീലിൻ്റെ അറിവ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അദ്ദേഹം ഇവിടെ വീണ്ടും തെളിയിക്കുകയാണ്. അദ്ദേഹം ഇന്നും ഈ ചർച്ചയിലും പറഞ്ഞു, ഒരു ഷെഡ്യൂൾഡ് ബാങ്കിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ബന്ധുവിനെ അദ്ദേഹം മൈനോറിറ്റി ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ നിയമിച്ചു എന്നുള്ള കാര്യം.
ഞങ്ങൾ അന്ന് മുതൽ പറയുന്നതാണ് സൗത്ത് ഇന്ത്യൻ ബാങ്ക് എന്ന് പറയുന്നത് സർക്കാർ ഇല്ല, ഡെപ്യൂട്ടേഷൻ ബന്ധു കൊടുക്കാൻ നിയമനത്തിലേക്ക് മാത്രം പോകരുത്. പറ്റുന്ന ഒരു ബാങ്ക് ബന്ധു അല്ല. നിയമനത്തിലേക്ക് പോകരുത്. സർക്കാർ സഹകരണ ബാങ്കിലെ ഡെപ്യൂട്ടേഷൻ നിക്ഷേപവുമായി ബന്ധപ്പെട്ട ഞാൻ പറയട്ടെ, ചോദ്യത്തിന് മറുപടി ഞാൻ വേണം. പറയട്ടെ, ടി. പി. എന്നെ അഷ്റഫിന് പറയാൻ ബന്ധു നിയമനത്തിലേക്ക് പോകരുത്. എന്നെ ചർച്ച പറയാൻ ചെയ്ത് അനുവദിക്കണം. പതിഞ്ഞ വിഷയമാണ്. ഇല്ല, പറയാൻ എന്നെ അനുവദിക്കില്ല. പറയാൻ അനുവദിക്കണം. അങ്ങനോട് ക്ഷമിക്കണം. ബന്ധു നിയമനത്തിലേക്ക് അല്ല, പോകരുത്. ഇവിടെ- സഹകരണ ബാങ്കിലെ ഇവിടെ- 3.5 കോടിയുടെ നിക്ഷേപം, അതാണ് No, ചോദ്യം. no, no, no. ഇവിടെ പറഞ്ഞ ഇല്ലല്ലല്ല അല്ല, നിങ്ങൾ പറയുന്നതിന് മാത്രം മറുപടി പറയാനല്ല ഞാനിവിടെ വന്നത്. ജലീൽ പറഞ്ഞ ചോദിക്കുന്നത് ഞാനല്ലേ, ശ്രീ അഷ്റഫ് അലി? ഞാൻ അതിലേക്ക് വരാം. ഞാൻ സൂചിപ്പിക്കുന്നത് ഞാൻ പറയട്ടെ, നിങ്ങൾ പറയൂ, നിങ്ങൾ നോക്കൂ, ഒരു സർക്കാരിന്റെ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനെയോ ഒരു എയ്ഡഡ് ഉദ്യോഗസ്ഥനെയോ 4 മിനിറ്റാണ് നമുക്കുള്ളത്. 4 മിനിറ്റ് പറഞ്ഞ് അവസാനിപ്പിക്കാൻ കഴിയില്ല ബന്ധു നിയമന വിവാദം. അതുകൊണ്ടാണ് അങ്ങ് ഈ 3.5 കോടിയുടെ നിക്ഷേപത്തെ കുറിച്ച് പറയൂ. അല്ല, ഞാൻ അതിലേക്ക് മുഴുവനായി പോകുന്നില്ല. ഞാൻ പറയുന്നത് ബാങ്കിങ്ങുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ അറിവ് അത്രയാണ്. അതുകൊണ്ട് വീണ്ടും അദ്ദേഹം പല വിധത്തിൽ ഇതിനെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. കുഞ്ഞാലിക്കുട്ടിയുടെ മകന്റെ നിക്ഷേപം എന്ന് പറയുന്നത് AR നഗർ ബാങ്കിന്റെ ഷെഡ്യൂൾഡ് ബാങ്കായിട്ടുള്ള ഇവിടെ SBIയിലെ അക്കൗണ്ട് വഴി NRI ആയി ട്രാൻസ്ഫർ ചെയ്ത പണമാണ്. അത് ഇന്നലെ ചർച്ച ചെയ്തതാണ്. വളരെ കൃത്യമായും പലതും ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടുള്ളതാണ്. NRI ആണ് എന്നുള്ള കാര്യം വളരെ കൃത്യമായി ഇവിടെ തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, അദ്ദേഹം ഈ പറയുന്ന ആരോപണങ്ങളൊക്കെയും ഇതുപോലെയാണ്. സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ അതിൽ നിയമപരമാണെങ്കിൽ എന്തുകൊണ്ടാണ് ആ രേഖകൾ കൊടുത്തുകൊണ്ട് പണം പിൻവലിക്കാത്തത്? ഇപ്പോഴും പണം ഫ്രീസ് ചെയ്യപ്പെട്ടിരിക്കുകയാണല്ലോ. അതിന്റെ രേഖകളൊക്കെ കൊടുത്ത് പണം പിൻവലിക്കും. നിങ്ങൾ അതിനെക്കുറിച്ചൊന്നും യാതൊരു വിധത്തിൽ ബേജാറാകാൻ വേണ്ട. ഞാൻ പറയുന്നത് ഇവിടെ വസ്തുതാപരമായ കാര്യങ്ങൾ നിരന്തരമായി ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്ന് അത് സത്യമായി ഇവിടെ ബോധ്യപ്പെടുത്താനുള്ള ഒരു ഗൂഢാലോചന ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് ഇവിടെ നിരന്തരമായി ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് ജനങ്ങൾ തിരിച്ചറിയും. ഇവിടെ സത്യം കൃത്യമായും തന്നെ തിരിച്ചറിയപ്പെടും. ഈ ബാങ്കിൽ ഏതാണ്ട് 71 ആളുകൾക്ക് ഫേക്ക് അക്കൗണ്ട് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് അന്വേഷണം നേരിടുന്നുണ്ട്. അതിൽ കോടിക്കണക്കിന് രൂപയുടെ ട്രാൻസാക്ഷൻ ഉണ്ട്. ഈ കള്ളപ്പണത്തിന്റെ പേരിലാണ് കേരള ബാങ്കിലേക്ക് മലപ്പുറം ലയിക്കാതിരുന്നത് തുടങ്ങിയ ആരോപണങ്ങളുടെ ഒരു വലിയ നിരയാണ് ജലീൽ മുന്നോട്ട് വെക്കുന്നത്. അല്ല, ജലീൽ ഉൾപ്പെടെയുള്ള ഗവൺമെന്റ് ആണല്ലോ ഭരിക്കുന്നത്. നിങ്ങൾ സഹകരണ വകുപ്പ് അന്വേഷിക്കൂ. നിങ്ങളിത് അമിത്ഷാ കേന്ദ്രത്തിന്റെ സഹകരണ വകുപ്പിന്റെ മന്ത്രിസ്ഥാനം ഏറ്റെടുത്തിട്ടുണ്ട്. കേരളത്തിലെ CPM-ന്റെ ഒരു MLA-ക്ക് ധൈര്യമുണ്ടോ അമിത്ഷാക്ക് കത്തെഴുതാൻ? കേരളത്തിലെ മുഴുവൻ സഹകരണ ബാങ്കുകളെയും കള്ളപ്പണം അന്വേഷിക്കണമെന്ന് പറഞ്ഞ് കത്തെഴുതാൻ KT ജലീലിന് ധൈര്യമുണ്ടോ? എങ്കിൽ KT ജലീൽ എഴുതട്ടെ. CPM-ന്റെ ഒരുപാട് സ്ഥാപനങ്ങളിലെ കള്ളപ്പണം പുറത്തു വരും. ഊരാളുകൾ ഉൾപ്പെടെ, റബ്കോ ഉൾപ്പെടെ CPM-ന്റെ നേതൃത്വത്തിലുള്ള ഒരുപാട് സഹകരണ സ്ഥാപനങ്ങളിലെ അഴിമതിയും കള്ളക്കണക്കും പണം വെളുപ്പിക്കലും കരുവന്നൂർ ബാങ്ക് ഉൾപ്പെടെ പുറത്തു വരും. KT ജലീൽ CPM-ന്റെ MLA ആണെങ്കിൽ CPM ഭരിക്കുന്ന ഒരു ഗവൺമെന്റ് ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾ കേന്ദ്രത്തിന് കത്തെഴുത്. എന്നിട്ട് അവർ അന്വേഷിക്കട്ടെ, എല്ലാം അന്വേഷിക്കട്ടെ. ആ അന്വേഷണം ഇതും പെടുത്തിക്കോട്ടെ. അങ്ങനെയൊന്നും ഞങ്ങൾക്ക് ആർക്കും ഭയമില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് പറഞ്ഞു കേൾക്കുന്നതിന് വേണ്ടി അടിസ്ഥാനരഹിതമായ പല കാര്യങ്ങളും പറയരുത്. അത്തരത്തിലുള്ള ഒരു പരാതി ധൈര്യമുണ്ട്, നിങ്ങൾ കൊടുക്ക്. അല്ല, ഈ സഹകരണ ബാങ്കുകളും സഹകരണ സ്ഥാപനങ്ങളും ഒക്കെ കേരളത്തിന്റെ സാമ്പത്തിക വിനിമയത്തിന്റെ അടിത്തറയാണ്, നട്ടലാണ് എന്നൊക്കെ പറയുകയും അതിൽ നടക്കുന്ന ഈ ഇപ്പോഴത്തെ ഒരു അറ്റത്തൊന്ന് പൊട്ടിത്തുടങ്ങിയ ഈ പ്രശ്നങ്ങളൊക്കെ കൊണ്ട് കേന്ദ്രം അതിനെ സ്വന്തം വരുതിയിലേക്ക് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയാൻ പറ്റാത്ത സാഹചര്യമാണ്. അതുകൊണ്ടാണ് ഈ 71 ആളുകൾക്ക് ഫേക്ക് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട പരാതി പോയിട്ടുണ്ട്. അവിടെ കോടിക്കണക്കിന് രൂപയുടെ ക്രമക്കേടുകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതൊക്കെ ജലീൽ ഉന്നയിക്കുന്നതും അതിന് മറുപടി ഇല്ലാതെ പോകുന്നതും. ഈ മാത്രമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണം കൂടി ഉന്നയിക്കുന്നുണ്ട്. അഡ്വക്കേറ്റ് ജയശങ്കറിലേക്ക് ഞാൻ പോവുകയാണ്. അഡ്വക്കേറ്റ് ജയശങ്കർ, അതായത് ഈ ആഷിഖ് എന്ന് പറയുന്ന വ്യക്തി, ശ്രീ PK കുഞ്ഞാലിക്കുട്ടിയുടെ മകൻ, അദ്ദേഹത്തിന് ഉരുക്ക് വ്യവസായമാണെന്നാണ് പറയുന്നത്. വ്യവസായ മന്ത്രിയായിരുന്ന സമയത്തെ സ്ക്രാപ്പ് ബിസിനസ്, അതായത് സ്ക്രാപ്പ് ലേലവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ കൂടി അന്വേഷിക്കണമെന്ന് KT ജലീൽ പറയുന്നുണ്ട്. വരും ദിവസങ്ങളിൽ അടുത്ത വിവാദം അതായിരിക്കുമല്ലോ, അല്ലേ? അത് എന്ത് വേണമെങ്കിൽ അന്വേഷിച്ചോട്ടെ. ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ സർക്കാരാണല്ലോ ഇരിക്കുന്നത്. ശ്രീ KT ജലീലിന് വളരെ സ്വാധീനമുള്ള ഒരു സർക്കാരാണ്. അവർ അന്വേഷിക്കുകയാണെങ്കിൽ നല്ല കാര്യമാണ്. കാരണം രണ്ട് വിധത്തിൽ, ഒന്ന് PK കുഞ്ഞാലിക്കുട്ടിയോ അദ്ദേഹത്തിൻ്റെ മകനോ അഴിമതി നടത്തിയിട്ടുണ്ടെങ്കിൽ അത് പുറത്തു വരും. അന്വേഷിച്ചിട്ട് അഴിമതി നടത്തിയിട്ടില്ലെങ്കിൽ അവരെ പ്രതിച്ഛായ വീണ്ടും സംശുദ്ധമാകും. ഞാനൊരു ചെറിയ കാര്യം ഇവിടെ ഓർമ്മിക്കാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ CH മുഹമ്മദ് കോയെ കുറിച്ച് പറഞ്ഞു. CH മുഹമ്മദ് കോയെ ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹത്തിനോട് വിരോധമുള്ള ആളുകൾ ലീഗ് പാർട്ടിയിൽ തന്നെ അദ്ദേഹത്തിനെതിരെ ഇതുപോലെ ഇതിനേക്കാൾ ആഭാസകരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് അദ്ദേഹത്തെ കൊണ്ട് രാജിവെപ്പിച്ച് 1973 അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുമ്പോൾ രാജിവെച്ച് പാർലമെൻറ്റിലേക്ക് പോകേണ്ട വന്ന സാഹചര്യം അതാണ്. അങ്ങനെയാണ് ചാക്കേരി അഹമ്മദ് കുട്ടി കേരളത്തിൽ മന്ത്രിയായത്. ഇനി ഒരു കാര്യം കൂടി ഞാൻ പറയാം, CH മുഹമ്മദ് കോയ മരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കിടപ്പാടം പണയത്തിലായിരുന്നു. അത് ആർക്കും അറിയില്ലായിരുന്നു. പിന്നെ ഒരു ദിവസം മാതൃഭൂമി പത്രത്തിൻ്റെ 1ാമത്തെ പേജിൽ വാർത്ത വന്നു, CHൻ്റെ
അത് നിങ്ങൾക്ക് അറിയാൻ പാടാഞ്ഞിട്ടാണ്. മുനീറിന്റെ പഠന സഹായവുമായി ബന്ധപ്പെട്ട വാർത്തകൾ അത് ഫയലുകളിൽ എപ്പോഴൊക്കെയോ കണ്ടതായി ഞാനും ഓർക്കുന്നുണ്ട് ശ്രീ ജയശങ്കർ. അല്ല മുനീറിൻ്റെയൊക്കെ പിന്നെയാണ് ഞാൻ പറഞ്ഞ CH മരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കിടപ്പാടം പണയത്തിലാണ്. പിന്നെ സീതിയാജിയാണ് പണം ബാങ്കിലടച്ച് അദ്ദേഹത്തിൻ്റെ കിടപ്പാടം വീണ്ടും എടുത്തു കൊടുത്തത്. CH മരിക്കുമ്പോൾ നിസ്വനായിട്ടാണ് മരിച്ചത്. അദ്ദേഹത്തിൻ്റെ പേര് ഒരു പൈസ പോലും ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ വീട് നിസ്വതയുടെ രാഷ്ട്രീയമൊക്കെ ചരിത്രമായി പോയി കഴിഞ്ഞിരിക്കുന്നു. ജയശങ്കർ, ഞാൻ ക്ഷമ ചോദിച്ചുകൊണ്ട് ഇടപെടുകയാണ്. നമ്മുടെ സമയം പൂർണ്ണമായും പൂർത്തിയാവുകയാണ്. എന്തായാലും ആ നിസ്തുതയുടെ രാഷ്ട്രീയമൊക്കെ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. പണവും അധികാരവും അത് സംബന്ധിച്ചുള്ള വടംവലികളും നിറയുകയാണ് ലീഗ് രാഷ്ട്രീയത്തിലും. പാണക്കാട് തങ്ങളെന്ന വികാരപരമായ വിഷയത്തെ ചുറ്റിപ്പറ്റി ഉണ്ടാകുന്ന പുതിയ വിവാദങ്ങൾ എങ്ങനെയാണ് PK കുഞ്ഞാലിക്കുട്ടി നേരിടുക എന്നുള്ള ചോദ്യം തന്നെയാണ് വരും ദിവസങ്ങളിൽ വരുന്നത്. വളരെയധികം നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും.